بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وأصحابه الفائزين برضوان الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب. بحق لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. نتوسل بالحبابة نتوسل بالحبابة نتوسل بالحبابة والبتول المستطابة والنبي ثم الصحابة فعسى دعوى مجابا. صلى الله على وسلم صلى الله على وسلم خير خلق الله طه مثل شمس في ضحاها هذه دنيا نراها في ضياء من محمد صلى الله. محمد صلى الله عليه وسلم أعظم زوجاتي قدرا قد تلاقت منه أمرا خطبت أحمد بكرا غنمت منه شبابا صلى الله. खबर अथेरी में घबराऊंगा जब तन्हा इमदाद मेरे करने आ जान रसूल अल्लाह अस्सलातु अलन नबी الشفيع الأبطحي والحبيب العربي والحبيب العربي
ഈ വേദിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഹുസൈൻ ഹാജി അവറുകൾ, ഈ പ്രോഗ്രാമിൻ്റെ ജനറൽ കൺവീനർ മൊയ്തു സാഹിബ് അവറുകൾ, ഈ മഹല്ലത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് കലന്തർ സഖാഫി ഉസ്താദ് അവറുകൾ, വേദിയിലും സദസ്സിലുമൊക്കെ ഉപവിഷ്ടരായിട്ടുള്ള സർവാദരണീയരായ പണ്ഡിതന്മാർ, ഈ മഹലിന്റെ ആദരണീയനായ സെക്രട്ടറി, ട്രഷറർ, പരിപാടിയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും ഈ ഇരുത്തം അല്ലാഹു അവന്റെ പൊരുത്തത്തിലാക്കി തരുമാറാകട്ടെ. ഇവിടെ നിന്ന് നമ്മൾ ഈ സദസ്സ് പിരിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകൾ, കുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു രോഗങ്ങൾ ശിഫയാക്കി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, രോഗങ്ങളും അല്ലാഹു അകറ്റി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അവന്റെ സഹായം നൽകി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ഉപ്പമാര്, ഉമ്മമാര്, സഹോദരങ്ങള്, ബന്ധുമിത്രാദികള്, അവർക്കെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെയൊക്കെ ഖബറിലേക്ക് അല്ലാഹു ഈ നല്ല മജ്ലിസിനെ കാണിച്ച് സന്തോഷം ചൊരിഞ്ഞു നൽകുമാറാകട്ടെ. നാളെ അവരെയും നമ്മെയും ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മുടെ എല്ലാവരുടെയും നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരെ അല്ലാഹു ഒന്നിച്ചു കൂട്ടിത്തരുമാറാകട്ടെ. ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദ്ദാദ് റാത്തീബിന്റെ വാർഷിക ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള മതപ്രഭാഷണ പരമ്പരയുടെ അവസാനത്തെ ദിവസം, അതുപോലെ ബഹുമാനപ്പെട്ട നാലാങ്കേരി ഉസ്താദ് അവറുകളുടെ ഭക്തിസാന്ദ്രമായ ദുആഇനെ നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഈ ദിവസം, പരിശുദ്ധമായ റജബ് മാസത്തിന്റെ പാതിരാവിലാണ് നമ്മൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പരിശുദ്ധമായ ഹദ്ദാദ് നമ്മുടെയൊക്കെ പള്ളികളിൽ ചൊല്ലി നമ്മൾ എല്ലാവരും സുപരിചിതരാണ്. നമുക്കെല്ലാവർക്കും അതിന്റെ ദിക്റുകൾ കൃത്യമായി അറിയാവുന്നവരാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ചിട്ടപ്പെടുത്തി വെച്ച ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വിശ്വാസിയായ മനുഷ്യൻ ഒരു ദിവസം ചെല്ലേണ്ട ധാരാളം ദിക്റുകളുടെ കൂട്ടത്തിൽ നിന്ന് വളരെ പ്രാധാന്യം ഉള്ള, ഒരിക്കലും വിട്ടുപോകാതെ എല്ലാ ദിവസവും ആവർത്തിച്ചു ചെല്ലേണ്ട ദിക്റുകളുടെ സമാഹാരമാണ് ഹദ്ദാദ് റാത്തീബ് എന്ന് പറഞ്ഞാൽ. വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചൊല്ലുവാൻ ഒരുപാട് ദിക്റുകളുണ്ട്. നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ ഉറക്കപ്പായയിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയം മുതൽ വീണ്ടും ആ ഉറക്കപ്പായയിലേക്ക് എത്തുന്നത് വരെയുള്ള സമയം, ഏതു മേഖലയിലേക്ക് നമ്മൾ കടന്നാലും അവിടെ ചൊല്ലാനുള്ള ദിക്റ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്മരണ നിലനിർത്താൻ ആവശ്യമായ, ചൊല്ലിയാൽ സുന്നത്തിന്റെ പ്രതിഫലം കിട്ടുന്ന ധാരാളം ദിക്റുകളെ നമ്മുടെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം ദിക്റുകളാൽ നിറഞ്ഞതാണ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. കിടക്കപ്പായിൽ നിന്നു തന്നെ അല്ലാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. ഓരോ മേഖലയും നമ്മൾ തരംതിരിച്ച് പരിശോധിക്കാൻ ഇറങ്ങിയാൽ, വാഷ്റൂമിൽ പോകുന്ന നേരത്ത്, അതുപോലെ ഓരോ ഘട്ടങ്ങളും നമ്മൾ പരിശോധിച്ചാൽ അവിടെയെല്ലാം നമുക്ക് ചൊല്ലുവാനുള്ള ദിക്റുകളെ മഹാന്മാരായ മുൻഗാമികൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നതായി കാണാം. നമുക്ക് വന്നു ചേരാനുള്ള അപകടങ്ങൾ,
പ്രയാസങ്ങൾ, വിഷമങ്ങൾ, രോഗങ്ങൾ, അങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ദിക്റുകളും മഹാനരായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഇഹപര വിജയത്തിന് ആവശ്യമായതെല്ലാം, ദുനിയാവിന്റെ വിജയത്തിന് ആവശ്യമായത് മാത്രമല്ല, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും വിജയിക്കാൻ ആവശ്യമായത്, ദുനിയാവിലെ കുറഞ്ഞ കാലത്തെ ജീവിതത്തിനപ്പുറം നീണ്ടുകിടക്കുന്ന പരലോകവും വിജയിക്കാൻ ആവശ്യമായ ദിക്റുകൾ, ആ ദിക്റുകളുടെ കൂട്ടത്തിൽ എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മുടെ കാവലിനു വേണ്ടി ചൊല്ലേണ്ട ദിക്റുകൾ, നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, പ്രയാസങ്ങളിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ, വിഷമങ്ങളിൽ ചാടാതിരിക്കാൻ, ഉള്ള പ്രയാസങ്ങൾക്ക് നിവാരണം ലഭിക്കാൻ, അങ്ങനെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ പ്രവാചക പ്രഭു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ദിക്റുകൾ വളരെ വേഗത്തിൽ ചിട്ടപ്പെടുത്തി വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റുന്ന പാകത്തിൽ നമുക്ക് തന്നത് മഹാനരായ അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ ദേശം യമനാണ്. അവിടെ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം വായിക്കുമ്പോൾ മഹാനവറുകളുടെ ജീവിതത്തിൽ നിന്നു കാണാം, ആ നാട്ടുകാരായ ആളുകൾ മുഴുവനും വന്നു ചേർന്നുകൊണ്ട് മഹാനരായ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങളുടെ മുന്നിൽ ഒരു പരാതി പറയുകയാണ്. ആ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ആത്മീയ നേതൃത്വമായ സാത്വികനായ അല്ലാഹുവിന്റെ വലിയായ മഹാനുഭാവരുടെ ചാരത്തേക്ക് അവിടുത്തെ ജനങ്ങളൊക്കെയും വന്നു ചേർന്നു. ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളോടൊരു പരാതി പറയാനുണ്ട്. ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു വലിയ ഭയം വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നു. മറ്റൊന്നുമല്ല, ഈ പരിസര പ്രദേശങ്ങളിൽ എല്ലാം ജനങ്ങളുടെ ഈമാൻ തെറ്റിച്ചു കളയുന്ന ചില ആളുകൾ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. അവരുടെ വിശ്വാസവും അവരുടെ ആചാരങ്ങളും അവരുടെ അനുഷ്ഠാനങ്ങളും അവരുടെ ശൈലികളുമെല്ലാം നമ്മുടെ ആളുകൾ സ്വീകരിക്കുകയാണ്. പതിയെ പതിയെ ആളുകൾ അവരുടെ ആശയങ്ങളിലേക്ക്, അവരുടെ വിശ്വാസങ്ങളിലേക്ക് പരിശുദ്ധമായ ഇസ്ലാമിന്റെ തനതായ മൂല്യങ്ങളെയും ആചാരങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. ഞങ്ങളുടെ പേടി എന്താണെന്നറിയുമോ? ഞങ്ങളുടെ പേടി പരിശുദ്ധമായ ദീനിൽ നിന്ന് തെറിച്ചു പോകുമോ എന്ന ഏറ്റവും വലിയ ഭയം ഞങ്ങളുടെ ഹൃദയത്തിൽ പിടിമുറുക്കിയിരിക്കുന്നു. ഞങ്ങളുടെ കുട്ടികൾ, ഞങ്ങളുടെ നാട്ടുകാർ, ഞങ്ങളുടെ സമൂഹം അവർ ഈമാനിൽ നിന്ന് തെറിച്ചു പോകുമോ എന്ന ഭയം ഞങ്ങളെ വല്ലാതെ പിടിച്ചുലയ്ക്കുകയാണ്. അടുത്ത ഒരു തലമുറയിൽ ഈമാൻ ഉണ്ടാവുകയില്ലേ? അടുത്ത ഒരു തലമുറയിൽ വിശ്വാസത്തിന് മാറ്റുണ്ടാവുകയില്ലേ? അടുത്ത ഒരു തലമുറയിൽ പ്രയാസങ്ങൾ നിറഞ്ഞ, വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യമാണോ അവർക്കുണ്ടാവുക? ഞങ്ങളിൽ പലരും ഈമാനില്ലാതെ മരണപ്പെടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുമോ എന്നിങ്ങനെയുള്ള വിവിധങ്ങളായ ഭയം ഞങ്ങളെ പിടികൂടിയിട്ടുണ്ട്. ഓ പ്രിയപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ്, നിങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ടയാളാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുപ്പം പ്രാപിച്ചയാളാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ജീവിതം അത്രയും സമുന്നതമായ ജീവിതമാണ്. ആ നാട്ടുകാർ അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. മഹാനരായ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിനെ അവർക്ക് ചെറുപ്പം മുതൽ അറിയാം. മഹാനവറുകളുടെ 4ാമത്തെ വയസ്സിൽ അവിടുത്തെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടുപോയി. വസൂരി ബാധിച്ച നേരത്ത് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളിൽ പലരും വസൂരിക്കടിമപ്പെട്ടു മരണപ്പെട്ടു പോയ കാലം. അങ്ങനെ ഒരു വസൂരിക്കാലത്ത് ബഹുമാനപ്പെട്ടവരുടെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടുപോയി. അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അവരുടെ ക്ലാസ്മേറ്റ്സുകളായിരുന്നവർ പിൽക്കാലത്ത് അവരുടെ ശിഷ്യന്മാരായി മാറി. അവരുടെ ജീവിതം അത്രയും സംശുദ്ധമായ ജീവിതമാണ്.
അതുകൊണ്ടാണ് വലിയ ഒരു പരാതി പറയുന്നത്. പേടിയാവുകയാണ്. നമ്മുടെ പരിസരത്ത് പുതുതായി കാണുന്ന കാഴ്ചകൾ കാണുമ്പോ ഞങ്ങളുടെ ഈമാൻ അത് തെറ്റിപ്പോകുമെന്ന ഭയം ഞങ്ങളുടെ ഹൃദയത്തിൽ വന്നു പോവുകയാണ്. ഞങ്ങളുടെ ഈമാനും ഞങ്ങളുടെ മക്കളുടെ ഈമാനും ഇവിടെയുള്ള ജനങ്ങളുടെ ഈമാനും അത് കവർന്നെടുക്കപ്പെടുമോ, നഷ്ടപ്പെടുമോ? പരിഹാരമൊന്നു പറഞ്ഞു തരുമോ? ഈമാൻ നിലനിൽക്കാനാണ്, ഈമാനിൽ ഉറച്ചു നിൽക്കാനാണ്, അള്ളാഹുവിന്റെ മാർഗമൊന്ന് മുറുകെ പിടിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ഓ പ്രിയപ്പെട്ടവരെ, അതിനുള്ള വഴിയൊന്നു പറഞ്ഞു തരൂ. ഈ ചിന്ത നമ്മുടെയും ഹൃദയങ്ങളെ അലട്ടുന്നില്ലേ? ധാരാളം ഔലിയാക്കൾ അന്തിയുറങ്ങുന്ന കാസർഗോഡിന്റെ മണ്ണില് അള്ളാഹുവിന്റെ മഹാരഥന്മാരിൽ പലരും വന്ന് വിശ്രമിക്കുന്ന ഇടത്ത് പരിശുദ്ധമായ ദീനുമായി അലറി വിളിക്കുന്ന അറബിക്കടലിന്റെ താളങ്ങളെ ഭേദിച്ചു വന്ന മാലിക് ബിൻ ദീനാർ തങ്ങൾ ഉറങ്ങാൻ അവസരം തേടിയ സ്ഥലത്ത് നമ്മുടെ നാടുകളിലെ പുതിയ കാഴ്ചകൾ എത്രയോ അസ്വസ്ഥമാണ്. നമ്മുടെ തലമുറകൾ ഈമാനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് പിറകിലാണ്. ഏതൊക്കെയോ കൂത്തരങ്ങുകൾക്ക് കൈയടിക്കുകയാണ്, ഏതൊക്കെയോ സിനിമാ ഗാനങ്ങൾക്ക് ചുവടുവെക്കുകയാണ്, ഏതൊക്കെയോ അശ്ലീലങ്ങൾക്ക് വേണ്ടി തെരുവുകളിൽ തടിച്ചുകൂടുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ ഈ വിചാരം വരേണ്ട നേരമല്ലയോ? എന്റെ അടുത്ത തലമുറ ഇവിടെ ഈമാനിലാകുമോ? സുജൂദ് ചെയ്യാൻ ആളുണ്ടാകുമോ? വഅല് കേൾക്കാൻ ആള് വരുമോ? ദീനു പറയാൻ ആള് വരുമോ? എന്റെ മക്കളുടെ അവസ്ഥ എന്താണ്? എന്റെ കുടുംബങ്ങളുടെ അവസ്ഥ എന്താണ്? ചുറ്റുപാടുകളിലുമുള്ള കാഴ്ചകൾ നമ്മയും അസ്വസ്ഥപ്പെടുത്തുന്നില്ലേ? അവിടെയാണ് ഹദ്ദാദ് റാത്തിബിന്റെ മജ്ലിസിന് പ്രസക്തിയുള്ളത്. അവിടെയാണ് ഹദ്ദാദ് തങ്ങളുടെ ജീവിതത്തിന് പ്രസക്തിയുള്ളത്. അവിടെയാണ് ഹദ്ദാദ് തങ്ങൾ ചിട്ടപ്പെടുത്തി തന്ന ദിക്റുകൾക്ക് പ്രസക്തിയുള്ളത്. മുഅ്മിനേ, ഞങ്ങളുടെ നാടിതാ ഈമാനിൽ നിന്നകലുകയാണെന്ന പരാതി പറയുമ്പോ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഞങ്ങൾക്ക് വഴി പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു വന്നയാളുകൾക്ക് മുന്നിൽ മഹാനരായ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടിയാണ്. ഹദ്ദാദ് റാത്തിബ് ചിട്ടപ്പെടുത്തിയിട്ട് ചൊല്ലിക്കോ, ഈമാൻ നിലനിൽക്കാൻ, ഹുസ്നുൽ ഖാത്തിമയുണ്ടാകാൻ, പ്രയാസങ്ങളകലാൻ, നിങ്ങൾക്ക് സകല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഇതാ. അള്ളാഹുവിന്റെ ദിക്റു തന്നെയല്ലയോ പരിഹാരമുള്ളത്? ആ ദിക്റിലൂടെ അല്ലാതെ പരിഹാരമില്ലല്ലോ. ഈമാൻ നിലനിന്നു കിട്ടണമെങ്കിൽ എന്തു ചെയ്യണം? മഹാനരായ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങളുടെ മറുപടിയാണ്. ഈ ദിക്റുകൾ ഹബീബായ നബി തങ്ങൾ ചൊല്ലിത്തന്നതാണ്. അതിന്റെ ഫളായിലുകൾ അവിടുന്ന് പഠിപ്പിച്ചു തന്നതാണ്. അത് ചൊല്ലിക്കോ. ഈമാനാണോ നിങ്ങളുടെ പ്രശ്നം? അല്ല മറ്റേതെങ്കിലും പ്രശ്നമാണോ? പരിഹാരമിതാ. ഹദ്ദാദ് നമ്മുടെയൊക്കെ വീടുകളിൽ ചൊല്ലേണ്ട കാലമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് അത് പുലർന്നു കാണുന്ന കാലത്താണ് നമ്മളുള്ളത്. രാവിലെ മുസ്ലിമായവൻ വൈകുന്നേരം കാഫിറാകുന്ന കാലം വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ മുസ്ലിമായവൻ വൈകുന്നേരം കാഫിറാകുന്ന കാലം.
ഇസ്ലാമിന്റെ നാമധേയത്തിൽ വരുന്ന ആളുകൾ പോലും ഹറാമുകൾ പ്രോത്സാഹിപ്പിക്കുന്ന കാലം, അള്ളാഹുവിന്റെ ദീനിന്റെ വേഷങ്ങൾ ധരിച്ച ആളുകൾ പോലും ഹറാമുകളിലേക്ക് ഓടിയടുക്കുന്ന കാലം, ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ വലിയ സമയം ആവശ്യമില്ല. ഈമാൻ നഷ്ടപ്പെട്ടു പോയാലോ അതിനേക്കാൾ വലിയൊരു ദുരന്തവും നമ്മുടെ ജീവിതത്തിൽ വരാനില്ല. ഈമാൻ നമ്മുടെ ഇസ്സത്താണ്, നമ്മുടെ വിശ്വാസം, നമ്മുടെ ഹൃദയാന്തരങ്ങളിലെ വിശ്വാസം. റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ. ഈമാനിന്റെ പരിധിയുടെ ഉള്ളിൽ നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തുണക്കേണ്ടതുണ്ട്. അല്ലാഹു തുണച്ചെങ്കിൽ മാത്രമേ ഈമാനിന്റെ പരിധിയിൽ നമുക്ക് നിൽക്കാൻ കഴിയൂ. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈമാനിന്റെ മധുരം ഹൃദയത്തിലുണ്ടോ നിങ്ങൾക്ക് പരിശോധിക്കാം. അതിന് ചില വഴികളുണ്ടെന്ന് മഹാനരായ ഇമാം ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു വിട പറഞ്ഞ മാസമാണ് റജബ്. ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം തങ്ങൾ വിട പറഞ്ഞ മാസമാണ് റജബ്. ബഹുമാനപ്പെട്ട ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു വിട പറഞ്ഞ മാസമാണ് റജബ്. മഹാന്മാരായ വലിയ മഹത്തുക്കളായ ഇമാമുമാർ വിട പറഞ്ഞ മാസമാണിത്. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ പലരും വിട പറഞ്ഞ മാസമാണ്. കൂട്ടത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ നേതാവ് അല്ലാഹുവിന്റെ റസൂൽ ഈ രാജ്യത്തിന് കനിഞ്ഞു തന്ന സമ്മാനം അതാഉർ റസൂൽ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു വിട പറഞ്ഞ മാസമാണ്. അല്ലാഹുവേ അവരുടെ ബറക്കത്തുകൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ആ മഹാന്മാരുടെ മദദുകൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ റജബിൽ വിട പറഞ്ഞവരിൽ പ്രധാനിയാണ് മഹാന്മാരായ താബിഉകളുടെ നേതാവ്, സ്വഹാബത്തിൽ നിന്ന് ദീനു പഠിച്ചയാൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ ഓടിക്കളിച്ചയാൾ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ വളർത്തിയ ആൾ സയ്യിദുനാ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് കണ്ടിട്ടില്ല. പക്ഷേ അവർ വളർന്നത് ഹബീബായ നബി തങ്ങളുടെ വീട്ടിലാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ താരാട്ടുപാടിയ മോനാണ്. അവര് പാലൂട്ടിയ മഹാനാണ്. അവര് വളർത്തിയ നേതാവാണ്. അങ്ങനെ വലിയ സ്ഥാനം കിട്ടിയ നേതാവാണ് ഈ ഉമ്മത്തിലെ താബിഈങ്ങളുടെ നേതാവ് മഹാനരായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുകയാണ്, ഈമാൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടോ പരിശോധിക്കാം. ഈമാനിന്റെ മധുരം നിങ്ങൾ അറിയുന്നുണ്ടോ? അതറിയാൻ ചില വഴികളുണ്ടെന്ന് സയ്യിദുനാ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. ഈമാനിന് മധുരമുണ്ടെന്നല്ലേ നബി തങ്ങൾ പറഞ്ഞത്? ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ മധുരം എത്തിച്ചവരെ കുറിച്ച് നബി തങ്ങൾ പറയുന്നില്ലേ? ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, 3 കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ നിങ്ങൾക്ക് ഈമാനിന്റെ മധുരം ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം ഈമാനിന്റെ രുചി അറിയുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം ഈമാനിനെ വല്ലാതെ വല്ലാതെ ആസ്വദിക്കുന്നുണ്ട്. ചെറുപ്പക്കാരാ, ഉമ്മമാരെ, ഉപ്പമാരെ, എന്നെ കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, മുഅ്മിനാണെന്ന് പറയാറുണ്ട്, മുസ്ലിമാണെന്ന് പറയാറുണ്ട്. എന്നാൽ ആ വിശ്വാസം നിന്റെ ഉള്ളിലുണ്ടോ? ആ മധുരം നിന്റെ ഹൃദയങ്ങളെ കീഴടക്കിയിട്ടുണ്ടോ? ഒന്നാമത്തെ അടയാളം എന്താണെന്നറിയുമോ?
ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിനക്ക് ഒന്നാമത് ഈമാനിന്റെ മധുരമുണ്ടെന്നതിന്റെ അടയാളം അത് നിസ്കാരത്തിലുള്ള വലിയ ശ്രദ്ധയും നിസ്കാരത്തെ പരിപാലിക്കുന്നതിലുള്ള ശ്രദ്ധയും നിസ്കാരവുമായി ബന്ധപ്പെട്ടതിൽ നിനക്കുള്ള ഉത്സാഹവുമാണെന്ന് സയ്യിദുനാ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. നിസ്കാരത്തിൽ ശ്രദ്ധയുണ്ടോ? നിസ്കരിക്കണം എന്ന ആഗ്രഹം നിന്റെ ഹൃദയത്തിൽ വരുന്നുണ്ടോ? നിസ്കാരത്തിന് നിൽക്കുമ്പോ മധുരം തോന്നുന്നുണ്ടോ? നിന്റെ ഹൃദയം ഈമാനിനെ അനുഭവിക്കുകയാണ്. അല്ല, നിസ്കാരം വലിയ പ്രയാസമായി മാറുകയാണോ? നിസ്കാരം വലിയ പ്രയാസമായി മാറുകയാണോ? നിന്റെ ഈമാൻ നിന്റെ പേരിൽ മാത്രമാണ്. وَإِنَّهَا لَكَبِيرَةٌ إِلَّا عَلَى الْخَاشِعِينَ. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാനാണ്, നിസ്കാരം നിനക്ക് ഭാരമാണോ? നീ ഈമാനിന്റെ രുചി അറിയുന്നില്ല. നിസ്കാരം നിനക്ക് പ്രയാസമാണോ? നീ ഈമാനിന്റെ മധുരമറിഞ്ഞവനല്ല. അറിയുമോ ചെറുപ്പക്കാരാ, നിസ്കാരം ഒരു ചടങ്ങൊന്നുമല്ല. അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു ചടങ്ങു തീർക്കലല്ല. സൃഷ്ടാവിനോടുള്ള സമ്മാനം വാങ്ങിയിട്ടുള്ള സൃഷ്ടാവിനോടുള്ള സംഭാഷണമാണ്. അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന നിൽപ്പാണ്. സർവാധികാരിയും നീയും തമ്മിലുള്ള വർത്തമാനമാണ്. അതെത്ര വലിയ വർത്തമാനമാണ്, ഭവ്യതയുള്ള വർത്തമാനമാണ്. അതെങ്ങനെയാണ് മടുക്കുക? നിനക്കെല്ലാം തരാൻ കഴിവുള്ളൊരു റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്ന നേരം നിനക്ക് മടുക്കുമോ? അവനോട് വർത്തമാനം പറയാൻ നിനക്ക് മടുപ്പ് തോന്നുമോ? എല്ലാവരും അധികാരികളുടെ അധികാരപീഠത്തിന്റെ താഴെ സദാസമയവും നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. കൊട്ടാരത്തിൽ ഒരു ജോലി കിട്ടിയെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരാണ്. അധികാരിയെ ഒന്ന് മുഖം കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇതാ സമൂഹത്തിലെ എല്ലാ മനുഷ്യനും എല്ലാ ദിവസവും 5 നേരം നിന്റെ സൃഷ്ടാവിനെ കാണാനുള്ള അവസരമിതാ. ലോകത്തിന്റെ റബ്ബിനെ കാണാനുള്ള അവസരമിതാ. അതെത്ര വലിയ നീതിയാണ്. ലോകത്ത് കഴിഞ്ഞുപോയ ഭരണാധികാരികളിലെ നീതിമാന്മാർക്ക് അവരുടെ രാജ്യത്ത് ജീവിച്ച സകല മനുഷ്യരെയും നേരിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാകണമെന്നില്ല. അവരുടെ പരാതി കേൾക്കാൻ പറ്റി കാണണമെന്നില്ല. അവരെ അറിയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എന്നാൽ ഇതാ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ മന്ത്രോച്ചാരണങ്ങളിൽ തുടങ്ങിയിട്ട് നീ നടത്തുന്ന യാത്രയുണ്ടല്ലോ, അത് നിന്റെ സൃഷ്ടാവിനോടുള്ള വർത്തമാനമാണ്. നിന്റെ സൃഷ്ടാവിനോടുള്ള പ്രണയമാണ്. നിന്റെ സൃഷ്ടാവിനോടുള്ള ഉടമ്പടികളാണ്. നിന്റെ സൃഷ്ടാവിനോടുള്ള മാപ്പു പറച്ചിലാണ്. നിന്റെ മുന്നിലുള്ളതാരാണ്? ഈ ലോകത്തിന്റെ റബ്ബാണ്. അവനു മേലെ ഒരധികാരവും ഇല്ല. അവൻ തരാത്തതൊന്നും നിന്റെ പക്കലില്ല. അവൻ തടഞ്ഞതൊന്നും നിനക്കു തരാൻ ലോകത്തൊരുത്തനും കഴിയുകയും ഇല്ല. ആ റബ്ബിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. എങ്ങനെ മതി വരാനാണ്? എങ്ങനെ മതി വരാനാണ്? കൈകെട്ടി തിന്നുകൊണ്ട് നീ വർത്തമാനം പറഞ്ഞതാരോടാണ്? ഔദാര്യങ്ങളുടെ ഔദാര്യമായ ലോകത്തിന്റെ സൃഷ്ടാവിന്റെ മുന്നിൽ നിനക്കെങ്ങനെ വർത്തമാനം പറഞ്ഞു തീരാനാണ്? ആ റബ്ബിനെ എങ്ങനെ മടുക്കാനാണ്? അപ്പൊ നിസ്കാരമെന്നതൊരു ചടങ്ങല്ല, അതൊരു പ്രണയമാണ്.
വിശ്വാസിയുടെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് മുളപൊട്ടുന്ന പ്രണയത്തിന്റെ വർത്തമാനങ്ങൾ റുക്കൂആണ്. അത് സുജൂദായി പരിണമിക്കുകയാണ്. സർവ്വതും സൃഷ്ടാവിന്റെ മുന്നിൽ അർപ്പിച്ചു കിടക്കുന്ന കിടത്തമുണ്ടല്ലോ, അതവന്റെ ഹൃദയത്തിന് ആനന്ദമാണ്. അവസാനം അവൻ പറയുന്നതോ സലാം ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. സ്വർഗത്തിന്റെ വർത്തമാനമാണ് സലാം. അല്ലാഹു അങ്ങനെയൊക്കെ നിസ്കരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ നിസ്കാരം സമ്മാനമായി കിട്ടിയ രാത്രിയാണ് റജബിന്റെ രാത്രിയിൽ. അല്ലാഹു നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പൊ നിസ്കാരത്തിന്റെ മധുരം നിന്നിലുണ്ടോ? നിസ്കരിക്കണമെന്ന ആഗ്രഹം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ചിന്ത ഒരു നിസ്കാരം കഴിഞ്ഞാൽ അടുത്തതിലേക്ക് ആഗ്രഹിക്കുകയാണ്. അടുത്ത ബാങ്കിലേക്ക്, അടുത്ത നിസ്കാരത്തിലേക്ക് ആഗ്രഹം തോന്നുകയാണ്. വീണ്ടും അവസരം കിട്ടിയെങ്കിൽ സുജൂദ് ചെയ്യാനെന്ന ആഗ്രഹം തോന്നുകയാണ്. നമ്മുടെ മുൻഗാമികളുടെ ജീവിതം നമ്മൾ നോക്കൂ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അലവിൽ ഹദ്ദാദ് തങ്ങളുടെ ജീവിതം വായിച്ചോ. ളുഹാ നിസ്കാരത്തിന്റെ സമയത്ത് 200 റക്അത്ത് വരെ അവിടുന്ന് നിസ്കരിച്ചു പോയി. 200 റക്അത്ത് വരെ ളുഹായുടെ സമയത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. കാരണം അവർക്ക് നിസ്കാരം ഒരു ചടങ്ങായിരുന്നില്ല. അവർക്ക് നിസ്കാരം ഒരു ചടങ്ങായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 2 റക്അത്ത് കഴിയുമ്പോൾ വീണ്ടും നിസ്കരിക്കുകയാണ്. വീണ്ടും അവർ എഴുന്നേറ്റു നിൽക്കുകയാണ്, നിസ്കരിക്കുകയാണ്. പിന്നെയും അവര് നിസ്കാരത്തിൽ ശ്രദ്ധാലുക്കളാണ്. സദാ അല്ലാഹുവിലേക്ക് ലയിച്ച മുൻഗാമികളല്ലയോ. പാതിരാവ് മുഴുവനും നിസ്കരിച്ച ആളുകളല്ലയോ നമ്മുടെ മുൻഗാമികൾ. അവർക്കത് മടുക്കാതെ പോയതെന്തുകൊണ്ടാണ്? അവര് നിസ്കാരത്തിന്റെ മധുരമറിഞ്ഞുപോയി. അല്ലാഹുവിനോട് സംഭാഷണം നടത്തിയിട്ട് മതിവരാതെയായി. നമുക്ക് ആ മധുരമറിയാത്തത് കൊണ്ടാണ് മതിയാകുന്നത്. ഇമാമിന്റെ നിസ്കാരം ഒരൽപ്പം നീണ്ടുപോയാൽ, ഫാത്തിഹ കഴിഞ്ഞിട്ട് ഇമാമ് സൂറത്ത് ഓതിയപ്പോൾ ഒരിച്ചിരി നീണ്ടുപോയാൽ പുറകുന്നപ്പോഴേ തുടങ്ങും. ഇയാളെ പിരിച്ചുവിടലാ നല്ലത്. ഇയാളെ നീട്ടിയാ ഓതുന്നത്, എല്ലാ വക്കത്തിനും ഇങ്ങനെ നീട്ടി. ഇമാമ് മഅ്മൂമിങ്ങളെ ബുദ്ധിമുട്ടിക്കാനും പാടില്ല. എന്നാൽ ഇമാമിന്റെ നിസ്കാരം കാണാൻ നീണ്ടുപോയാൽ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും സമയമുള്ള നമ്മൾ ഇമാമിന്റെ നിസ്കാരം കാണാൻ നീണ്ടുപോയാൽ പുറകുന്ന പുറവിർക്കാൻ തുടങ്ങും. ഇയാളെ നിസ്കാരത്തിന് കുറച്ച് നീട്ടം കൂടുതലാണ്, അടുത്ത കൊല്ലത്തെ റമദാന് മുമ്പ് ഇയാളെ ഇവിടുന്ന് പിരിച്ചുവിടണം. അങ്ങനെ മനസ്സിൽ കരുതിയ കുറെ മനുഷ്യന്മാരുണ്ടാവും. എല്ലാ മഹലിലും ഉണ്ടാവും. ഇവിടെ ഇല്ല കേട്ടോ, ഇവിടെ നല്ല ആളുകളല്ലേ ഉസ്താദേ. ഉസ്താദിന്റെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ചിരിയാണ് വന്നത്. ഞാനിന്ന് വയത് പറഞ്ഞിട്ട് പോകുന്ന മൂപ്പർക്കറിയാം. മൂപ്പരിവിടെ നാളെ ഉണ്ടാവേണ്ട ആളാണ്. അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് എല്ലാവർക്കും ചെയ്യുമാറാകട്ടെ. ഏത് പള്ളിയിൽ ഒരു പുതിയ ഉസ്താദ് വന്നാലും മൂപ്പരെ എങ്ങനെ ചാടിക്കാമെന്നാണ് ആദ്യത്തെ ചിന്ത. മൂപ്പരെ പിരിച്ചുവിടാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ നോക്കുക. അപ്പൊ നോക്ക്, നിസ്കാരത്തിന് നീളം കൂടുതലുണ്ടോ, നിസ്കാരത്തിന് നീളം കുറവാണോ, നിസ്കരിക്കുമ്പോ തക്ബീറത്തുൽ ഇഹ്റാമിന് നീളം കൂടുന്നുണ്ടോ, സുജൂദിന് നീളം കൂടുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കുക. അങ്ങനെ എത്രയോ ആളുകൾ പറഞ്ഞു വന്നത്, മഹാന്മാരായ നമ്മുടെ മുൻഗാമികളുടെ നിസ്കാരങ്ങൾക്ക് ദീർഘതയുണ്ടായത്, നീളമുണ്ടായത്, ദൈർഘ്യം കൂടിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി അവർ നടത്തുന്ന സംഭാഷണങ്ങളിൽ അവർക്ക് ഹൃദയ സാന്നിധ്യമുള്ളത് കൊണ്ടാണ്. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നമുക്കതില്ലാതെ പോകുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിസ്കരിക്കാൻ നിന്നാൽ പോലും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ കൽബുകളിലേക്ക് വരാത്തത് കൊണ്ടാണ്. അവർക്ക് സുജൂദുകൾ പ്രിയപ്പെട്ടതായി മാറിയത്, സുജൂദുകൾ അവർക്ക് പ്രിയപ്പെട്ടതായി മാറിയത് അതെന്റെ റബ്ബിന്റെ മുമ്പിലേക്കുള്ള സർവ്വ സമർപ്പണമായത് കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ മരണത്തെ മുഖാമുഖം കണ്ട നേരത്തു പോലും ഞങ്ങൾക്ക് സുജൂദ് ചെയ്യാൻ അവസരം തരണമെന്ന് പറഞ്ഞ നമ്മുടെ മുൻഗാമികൾ എത്രയാണ്. കോട്ടക്കുന്നിന്റെ താഴെ ഒരു വലിയ ചരിത്രമില്ലേ?
മഹാനായ വാരിയങ്കുന്നനെ കൊല്ലാൻ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എനിക്കൊന്ന് സുജൂദ് ചെയ്യണം, എനിക്കൊന്ന് സുജൂദ് ചെയ്യണം, അതെന്റെ ആഗ്രഹമാണ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ നമ്മുടെ മുൻഗാമികളുടെ വീരേതിഹാസം രചിച്ച ചരിത്രങ്ങൾ ഇങ്ങനെയാണ്. എനിക്കൊന്ന് സുജൂദ് ചെയ്യണം, അതിനുള്ള വഴി നിങ്ങൾ തരണം. ബക്കറ്റ് വരുന്നുണ്ട്, ഇൻഷാ അല്ലാഹ്. നിങ്ങളെല്ലാം നല്ലതുപോലെ ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിക്കണം. അതിന്റെ ഇടയിൽ ബക്കറ്റ് വരുമ്പോൾ കാര്യമായി നിങ്ങളൊക്കെ ഹദിയ ചെയ്യണം. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ദുആ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനരായ സയ്യിദ്, മഹാനരായ ഹദ്ദാദ് തങ്ങളുടെയും ഔലിയാക്കളുടെയും സാലിഹീങ്ങളുടെയൊക്കെ ജീവിതം പറയുന്ന മജ്ലിസാണ്. അള്ളാഹു ദുആഇന് ഇജാബത്ത് നൽകുമാറാകട്ടെ. എല്ലാവരും കാര്യമായ സംഭാവന ചെയ്യണം. അപ്പൊ ബഹുമാനപ്പെട്ട നമ്മുടെ മുൻഗാമികളുടെ ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ നിർത്തുന്ന നേരത്തും പറഞ്ഞു, എനിക്ക് നിസ്കരിക്കാൻ അവസരം തരണം, എനിക്കൊരു 2 റക്അത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ. ഈ ലോകത്തുനിന്ന് അവസാനത്തെ സമയം, അവസാനത്തെ ശ്വാസം നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ റബ്ബിനോടൊന്ന് സംസാരിച്ചോട്ടെ, എൻ്റെ റബ്ബിനോടൊന്ന് വർത്തമാനം പറഞ്ഞോട്ടെ. മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയെ കണ്ടവർ പറഞ്ഞു, പകൽ സമയം യുദ്ധം ചെയ്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സർവ്വതും സമർപ്പിച്ചു പോരാടുന്നവർ രാത്രിയിൽ എന്താണ് അവരുടെ പണിയെന്നറിയുമോ? ബൈത്തുൽ മുഖദ്ദസിന്റെ വിമോചനത്തിന് നേതൃത്വം നൽകിയ സുൽത്താൻ സലാഹുദ്ദീന്റെ ചരിത്രമൊന്ന് മറിച്ചു നോക്കൂ. പാതിരാവിൽ അവര് സുജൂദ് ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ മുമ്പിൽ അവര് സുജൂദിലാണ്, അല്ലാഹുവിന്റെ മുമ്പിൽ അവര് സുജൂദ് ചെയ്യുകയാണ്. സുദീർഘമായ സുജൂദ് അവരുടെ ജീവിതത്തിന്റെ അടയാളമാണെന്ന് മുൻഗാമികൾ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെയായിരുന്നു നമ്മുടെ മുൻഗാമികളെല്ലാം. സ്വഹാബത്തിന്റെ ചരിത്രം അങ്ങനെയാണ്, താബിഈങ്ങളുടെ ചരിത്രം അങ്ങനെയാണ്, നമ്മളുടെ കൺമുന്നിൽ കഴിഞ്ഞുപോയ മഹാന്മാരുടെ ചരിത്രം അങ്ങനെയാണ്. അൻഡമാനിലെ ജയിലിൽ മഹാനരായ ആലി മുസ്ലിയാരുടെ ജീവിതത്തിന്റെ അവസാന സമയങ്ങൾ അത് സുജൂദിലാണെന്നല്ലേ ചരിത്രം പറയുന്നത്, അത് സുജൂദിലായിരുന്നുവെന്നല്ലേ ചരിത്രം രേഖപ്പെടുത്തുന്നത്. മുഅ്മിനീങ്ങളെ, നിസ്കാരം നിന്റെ ഹൃദയത്തിന് ആനന്ദമാണോ? നീ ഈമാനിന്റെ മധുരമറിയുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. ചൊല്ല് ലാ ഇലാഹ. ഉറക്കച്ചൊല്ല്. ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. എല്ലാ ബലാഉം ആഫത്തും ഇടകേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ എമ്മൈ കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ. നമ്മൾ നമ്മുടെ നിസ്കാരങ്ങൾക്ക് മധുരമുണ്ടോ എന്ന് അന്വേഷിക്കുന്നതോടൊപ്പം നമ്മുടെ മക്കൾക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുകൂടി നമ്മൾ ആലോചിച്ചു നോക്കണം. നമ്മുടെ മക്കൾക്ക് നിസ്കാരത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുകൂടി നമ്മൾ മാതാപിതാക്കൾ ആലോചിക്കേണ്ട സമയമാണ്. മണിക്കൂറുകളോളം മൊബൈൽ ഫോണുകളിൽ ഗെയിം കളിക്കുന്ന മകന് ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് നിസ്കരിക്കാൻ അവന് മനസ്സ് തോന്നുന്നില്ല. മാതാപിതാക്കൾ നിർബന്ധിച്ചാൽ മാത്രമേ അവൻ നിസ്കരിക്കുന്നുള്ളൂ. അവിടെയാണ് നമ്മൾ പേടിക്കേണ്ടത്. അവൻ നിസ്കാരം അവൻ നഷ്ടപ്പെടുത്തുന്നതിലൂടെ ഈമാനിന്റെ മധുരം അവന്റെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന ചിന്ത മാതാപിതാക്കളുടെ കൽബുകളിൽ വേണ്ട കാലമാണ്. നമ്മുടെ മകൻ, നിസ്കാരം നിർബന്ധമായ മകൾ, അവർ കൃത്യമായി നിസ്കരിക്കുന്നു എന്നുറപ്പുവരുത്തണം. അതിനു വേണ്ട സൗകര്യങ്ങളൊക്കെയും നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നിതാന്തമായ ജാഗ്രത
അവരുടെ പഠനത്തിൽ, അവരുടെ ഹോംവർക്കിൽ, അവരുടെ മറ്റിടപാടുകളിൽ, സ്കൂൾ, അവരുടെ മറ്റേതെല്ലാം വിഷയങ്ങളുണ്ടോ അതിലൊക്കെയും വലിയ താല്പര്യം കാണിക്കുന്ന രക്ഷകർത്താക്കൾ പലപ്പോഴും ആൺമക്കളുടെയും പെൺമക്കളുടെയും നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ പിന്നിലേക്ക് പോകുന്നത് കാണാം. എന്നാൽ അങ്ങനെയല്ലല്ലോ. മഹാനരായ ഇമാമുന ശാഫിഈ തങ്ങളുടെ ജീവിതവും പറയുന്നത് നോക്കൂ. രാത്രികൾ അവിടുന്ന് 3 പകുത്തുവച്ചു. രാത്രികൾ 3 പകുത്തുവച്ചു. അതിന്റെ ഓരോ സമയവും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ക്രമപ്പെടുത്തുകയാണ് നമ്മുടെ മദ്ഹബിന്റെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇതിലേക്ക് തട്ടിച്ചുകൊണ്ടാണ് നമ്മുടെ രാത്രികളെ നമ്മൾ വായിക്കേണ്ടത്. രാവുകൾ നമ്മുടെ മുൻഗാമികൾ ഉപയോഗപ്പെടുത്തിയത്, അവരുടെ ജീവിതത്തിന്റെ ക്രമീകരണങ്ങളുടെ വർത്തമാനം എത്ര വിശാലമാണ്. ആ രാത്രികളിലെ 1-ാമത്തെ ഭാഗം ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം തങ്ങൾ എന്തിന് ചെലവഴിച്ചു എന്ന് ചരിത്രം പറഞ്ഞു തരുകയാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ധാരാളം ഗ്രന്ഥങ്ങൾ രചിക്കാൻ, കിതാബുകൾ എഴുതാൻ, അത് വായിക്കാൻ, അതിന്റെ പ്രവർത്തനങ്ങൾക്ക് രാത്രിയെ ചിട്ടപ്പെടുത്തുകയാണ്. അതിന്റെ 2-ാമത്തെ ഭാഗമോ അത് നിസ്കരിക്കാൻ. പാതിരാവിന്റെ ഒരു ഭാഗം നിസ്കാരത്തിനു വേണ്ടി ക്രമപ്പെടുത്തി ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. 3-ാമത്തെ ഭാഗമോ അത് ഉറങ്ങാൻ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിന്ന് പുതിയ തലമുറയിൽ പ്രത്യേകിച്ച് നൈറ്റ് ലൈഫുകൾ കൂടിയ കാലമാണ്. പാതിരാവത്തിനുള്ളതാണ്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് പാതിരാവിൽ സ്വർഗം നേടിയവരെത്രയാണ്. പക്ഷേ നമ്മിൽ പലരുടെയും ചിന്ത രാത്രികാലങ്ങൾ അടിച്ചു പൊളിക്കാനുള്ളതാണെന്നാണ്, എവിടെയെങ്കിലും ചുറ്റിത്തിരിഞ്ഞു നടക്കാനുള്ളതാണെന്നാണ്, ആരുടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ കോപ്രായങ്ങൾക്ക് പിന്നാലെ ഓടാനുള്ളതാണെന്നാണ്. അങ്ങനെയല്ല. ഭൂമി ലോകം കണ്ട ബുദ്ധിമാന്മാരുടെ പട്ടിക എടുത്താൽ അതിൽ വലിയ ബുദ്ധിമാനാരാണ്? ഭൂമിയുടെ മേലെ ഒരു മഹാത്ഭുതം നടക്കുന്നത് കാണിച്ചു തരാൻ നിങ്ങൾ എന്നോട് പറയുമോ? ഞാൻ കാണിച്ചു തരും ഇമാമുന ശാഫിഈ തങ്ങളെ എന്ന് മഹാനരായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഭൂമി കണ്ട മഹാബുദ്ധിമാന്മാരിലെ ബുദ്ധിരാക്ഷസൻ അവരുടെ രാത്രികൾ ക്രമപ്പെടുത്തിയത്. വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, രാത്രികളിൽ പോലും കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്. ശരിയായ വിനിയോഗം എങ്ങനെയാകണമെന്ന ക്രമമുണ്ട്. ഉപകാരപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്ന് മുൻഗാമികൾ പഠിപ്പിക്കുന്നുണ്ട്. അതാ 2-ാമത്തെ ഘട്ടമെത്തുമ്പോ ശാഫിഈ ഇമാം തങ്ങളും നിസ്കരിക്കുകയാണ്. പാതിരാവ് അലഞ്ഞു തിരിഞ്ഞ് തിരിച്ചു വീട്ടിലെത്തിയാലും ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ നമ്മുടെ മനസ്സനുവദിക്കാറില്ലല്ലോ. പാതിരാവ് എവിടെയൊക്കെയോ ചെലവഴിച്ചു വന്നു കയറിയാലും അല്ലാഹുവിനൊന്ന് സുജൂദ് ചെയ്യാൻ മനസ്സ് തോന്നാറില്ലല്ലോ. ഇവിടെയാണ് ഈ ജീവിതങ്ങളെ വീണ്ടും വായിക്കുന്നത്. അല്ലാഹുവിന് സുജൂദ് ചെയ്ത മുൻഗാമികൾ അവര് ഈമാനിന്റെ മധുരം അനുഭവിക്കുകയാണ്. അല്ലാഹു നമുക്കും ആ മധുരം നൽകി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുഅ്മിനീങ്ങളെ, ഈമാനിന്റെ മധുരം നീ അനുഭവിക്കുന്നുണ്ടോ? അതിന്റെ അടയാളം, ആ മധുരം അനുഭവിക്കുന്നതിന്റെ അടയാളം അത് ഖുർആനിന്റെ പാരായണമാണ്. ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെയാണ് ഈമാനിന്റെ മധുരം നിങ്ങൾ അനുഭവിക്കുക.
ഖുർആനിനോടുള്ള ആത്മബന്ധമാണ് നിങ്ങളുടെ ഹൃദയങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഉറച്ചു നിൽക്കാനുള്ള, വിശ്വസിക്കാനുള്ള, അല്ലാഹു റബ്ബുൽ ആലമീന്റെ മാർഗത്തിൽ അവിടെ നിലനിൽക്കുവാനുള്ള അവസരങ്ങൾ തുറന്നിട്ടു തരുന്നത് ഖുർആൻ. ഹൃദയങ്ങളോട് ചേർത്തു പിടിക്കേണ്ട ഖുർആൻ, നമ്മുടെ മുൻഗാമികൾ ഹൃദയത്തോട് ചേർത്തു വെച്ച ഖുർആൻ. ഇമാമുന ശാഫിഈ തങ്ങളെ തന്നെ പറയട്ടെ, മഹാനവറുകൾ പറയുകയാണ്, ഒരു മസ്അല ഖുർആനിൽ നിന്ന് കണ്ടെത്താൻ 300-ലധികം തവണ ഖുർആൻ പാരായണം ചെയ്തു. ഖുർആനിൽ നിന്നൊരു മസ്അല കണ്ടെത്തണം, അതിന് 300 തവണ ഖുർആൻ പാരായണം ചെയ്തു. മഹാന്മാരായ മുജ്തഹിദുകളായ ഇമാമുമാർ അവരല്ലാഹുവിന്റെ ദീനിന് ചെയ്ത സേവനം എത്ര വലുതാണ്. ഖിയാമം നാൾ വരെ വരുന്ന സകല പ്രശ്നങ്ങൾക്കുമുള്ള നിവാരണം അവരെഴുതി വെച്ചു. അല്ലാഹുവിന്റെ ദീനിനെ, കർമ്മശാസ്ത്രത്തെ അവർ ക്രമപ്പെടുത്തി വെച്ചു. വിശ്വാസികൾക്ക് എങ്ങോട്ടും തിരിഞ്ഞു നെട്ടോട്ടമോടേണ്ടതില്ല. ഏതു പുതിയ വിഷയം വന്നാലും അവലംബിച്ചോ അവിടെയുണ്ടാകും ഇമാമുന ശാഫിഈ തങ്ങള്, അവിടെയുണ്ടാകും ഇമാം അബൂ ഹനീഫ തങ്ങള്, അവിടെയുണ്ടാകും ഇമാം മാലിക് തങ്ങള്, അവിടെയുണ്ടാകും ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങള്, അവിടെയുണ്ടാകും സയ്യിദുനാ ഇമാം അബൂ ഹാമിദ് അൽ ഗസ്സാലി തങ്ങള്, അവിടെയുണ്ടാകും ഇമാമുൻ നവവി തങ്ങള്, അവിടെയുണ്ടാകും ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങള്, മഹാനരായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങള്. എല്ലാ കാലത്തും ഇസ്ലാമിന്റെ മുന്നിൽ വരുന്ന ചോദ്യങ്ങളുടെ ഉത്തരം എവിടെയാണ്? അത് മുൻഗാമികൾ നമുക്കെഴുതി സമർപ്പിച്ച ഗ്രന്ഥങ്ങളിലാണ്, അവര് ചെയ്തു വെച്ച ത്യാഗങ്ങളിലാണ്. പതറേണ്ട ആവശ്യം ഇസ്ലാമിനില്ല. എവിടെയും കണ്ണു ചിമ്മേണ്ട ആവശ്യമില്ല. മതം പറയാൻ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. ഈ അടുത്ത ദിവസമാണ് ഞാൻ സേവനം ചെയ്യുന്ന എറണാകുളം ജില്ലയിൽ, നിങ്ങളൊക്കെ പത്രമാധ്യമങ്ങളിൽ വായിച്ചിട്ടുണ്ടാകും, ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നു. ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നു. പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള അവയവങ്ങൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ ശസ്ത്രക്രിയകൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. ഇസ്ലാമിന് എന്തു പറയാനുണ്ട്? പരിശുദ്ധമായ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര സരണികളെ പരിചയപ്പെടൂ. ഇസ്ലാമിക് ജൂറിസ്പ്രുഡൻസിന് കൃത്യമായ ഉത്തരമില്ലാത്തതൊന്നും വരുന്നില്ല. മഹാന്മാരായ മുൻഗാമികൾ, നമ്മുടെ മുന്നേ കഴിഞ്ഞുപോയവർ എത്രയോ കാലം മുമ്പ് ഇതൊന്നും ചിന്തിക്കാൻ തന്നെ അവസരമില്ലാത്ത കാലത്ത് അവയവങ്ങൾ മാറ്റിവെച്ചാൽ അതിന്റെ ക്രമീകരണം എങ്ങനെയാണ് എന്ന് പറയുന്നു. അവയവം മാറ്റിവെച്ചാൽ, ഒരാളുടെ അവയവം വേറൊരാൾക്ക് വെക്കേണ്ട സാഹചര്യം വന്നാൽ അതെങ്ങനെയാണ്? ഇനി വെച്ചയാള് ആ അവയവം കൊണ്ട് ഹറാമ് പ്രവർത്തിച്ചാൽ അതിന്റെ തെറ്റ് നാളെ പരലോകത്ത് അനുഭവിക്കേണ്ടി വരുന്നത് ആരാണ് എന്ന് വരെ സുദീർഘമായ ചർച്ചകൾ നമ്മുടെ മുൻഗാമികളായ ഇമാമിങ്ങൾ പറഞ്ഞു വെക്കുക. ഹൃദയമാറ്റ ശസ്ത്രക്രിയ, നമ്മള് ഇന്നത്തെ പുതിയ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പലപ്പോഴും വിചാരിക്കുക ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മതമാണ് എന്നോ, അല്ലെങ്കിൽ ഇസ്ലാമിന് പുതിയ കാലവുമായി ബന്ധമില്ല എന്നോ ആണ്. തീർച്ചയായും ആ വിവരം തെറ്റാണ്. ഇസ്ലാമിന്റെ അറിവാഴങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ധാരണയില്ലാത്തത് കൊണ്ടാണ്. ഇസ്ലാം എന്തുകൊണ്ടാണ് ലോകത്ത് വേട്ടയാടപ്പെടുന്നത്? ഇസ്ലാമിന് ഉത്തരങ്ങൾ ഉള്ളത് കൊണ്ടാണ്, ഇസ്ലാമിന് ചോദ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ദാ അവിടുത്തെ ഹോസ്പിറ്റലിൽ ഹൃദയമാറ്റം നടത്തുന്ന ശസ്ത്രക്രിയ നടക്കുന്നു. അവിടെ അതാ ഒരാളുടെ കരൾ മാറ്റിവെക്കുന്നു, മറ്റൊരിടത്ത് അതാ കിഡ്നി മാറ്റിവെക്കുന്നു. ആയിക്കോട്ടെ, ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊന്ന് പരതു. മുൻഗാമികളായ നമ്മുടെ ഇമാമിയങ്ങൾ ക്രമപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇത്തരം ചർച്ചകളെല്ലാം. അവിടെ ഒരു ഫിഖ്ഹിന്റെ ചർച്ച വന്നാൽ ഉസ്താദുമാർക്ക് അന്ന് രാവിലെ ഖുർആൻ എടുത്ത് രാവിലെ മുതൽ ഓതി നോക്കേണ്ട ആവശ്യമില്ല. 300 തവണ ഖുർആൻ ഓതിയിട്ട് അതിൽ നിന്ന് ഫിഖ്ഹിന്റെ സംശയങ്ങളിലെ ചിലതിന്റെ നിവാരണം കണ്ടെത്തി സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ മുന്നിൽ 10 ലക്ഷത്തോളം ഹദീസുകൾ മനഃപ്പാഠമാക്കിയ അറിവിന്റെ ഭാണ്ഡമുണ്ടായിരുന്നു. അവർക്ക് ഖുർആനിന്റെ ആഴങ്ങൾ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്രത്തിൽ പിൽക്കാലത്ത് വന്ന ബുദ്ധിരാക്ഷസന്മാരൊക്കെ നാലാലൊരു മദ്ഹബിൽ കയറിയത്.
അവർക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ല. ഇസ്ലാം കണ്ട ബുദ്ധിമാന്മാരിൽ, ലോകം കണ്ട ബുദ്ധിമാന്മാരിൽ എണ്ണപ്പെടുന്നയാളാണ്. യൂറോപ്പും ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ സമൂഹങ്ങളും അംഗീകരിക്കുന്ന നേതാവാണ് സയ്യിദുനാ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ ശാഫിഈ മദ്ഹബുകാരനാണ്. ബഹുമാനപ്പെട്ട ഗസ്സാലി ഇമാം തങ്ങളെക്കാൾ ബുദ്ധിയുള്ള ആരാണുള്ളത്? ബുദ്ധിയുണ്ട് എന്ന് പറഞ്ഞാൽ ലോകം സമ്മതിച്ചു തരില്ല. മുസ്ലിങ്ങൾ മാത്രല്ല കേട്ടോ ഗസ്സാലി ഇമാമിന്റെ ബുദ്ധിയിൽ അമ്പരന്നിട്ടുള്ളത്. മുസ്ലിങ്ങൾ മാത്രല്ല, ലോകം സമ്മതിച്ചു തരില്ല. ആ ഗസ്സാലി ഇമാം അവലംബിച്ചത് സയ്യിദുനാ ഇമാമുന ശാഫിഈ തങ്ങളെയാണ്. ഹദീസുകളുടെ ആധികാരികത പറയും മഹാനരായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. അല്ലാഹു നമ്മൾ ഈ പറയുന്ന മഹാന്മാരായ ഇമാമിങ്ങളുടെ ഒക്കെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ബുഖാരിയിൽ ഉണ്ടോന്നല്ലേ ചോദിക്കുക. ഇമാം ബുഖാരി മദ്ഹബ് അംഗീകരിച്ചു ജീവിച്ചയാളല്ലേ, ശാഫിഈ മദ്ഹബുകാരൻ. മഹാന്മാരായ ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു, ഇമാം നസാഇ റളിയല്ലാഹു അൻഹു ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ചിട്ടപ്പെടുത്തിയവരെല്ലാം മദ്ഹബിന്റെ ഇമാമിങ്ങളെ പിൻപറ്റി. വളരെ തുച്ഛമായ അറിവും ഇന്റർനെറ്റും മാത്രമുള്ള കാലത്ത് ജീവിക്കുന്ന നമ്മൾ, അല്ലെങ്കിൽ വളരെ തുച്ഛമായ അറിവുള്ള, അറിവുകേട് കൊണ്ടാണ് പലരും പറയുന്നത് ഞങ്ങൾ മദ്ഹബൊന്നും പിൻപറ്റില്ല എന്ന് പറയുന്നത് അറിവില്ലായ്മ കൊണ്ടാണ്. അറിവുള്ളവരെ പിന്തുടരുക എന്നുള്ളതാണ് ബുദ്ധിയുള്ളവർ ലോകത്ത് കാണിച്ചു തന്നതെല്ലാം. അതൊരു തരം അഹങ്കാരാണ്. ഞങ്ങൾക്ക് കിട്ടാത്തതൊന്നും ഇമാം ശാഫിഈ തങ്ങൾക്കോ ഹനഫി തങ്ങൾക്കോ കിട്ടിയിട്ടില്ല എന്നുള്ള ചിന്തയാണ്. നമുക്ക് പറയാൻ എത്രയാണുള്ളത്. ഞാൻ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അവയവമാറ്റ ശസ്ത്രക്രിയ നടന്നാലും ശാഫിഈ ഇമാം തങ്ങളുടെ മദ്ഹബിൽ, മറ്റ് ഇമാമിങ്ങളുടെ മദ്ഹബുകളിലെല്ലാം അതിനുത്തരങ്ങളുണ്ട്. അത്രയും കൃത്യമായി മദ്ഹബുകളെ ക്രമപ്പെടുത്തിയ ശാഫിഈ ഇമാം തങ്ങൾ അവിടുന്ന് പല രാത്രികളിലും ഉറങ്ങാറുണ്ടായിരുന്നില്ല. സഹോദരിയുടെ മകൾ ഒരിക്കൽ ബഹുമാനപ്പെട്ടവരുടെ അരികിലേക്ക് ചെല്ലുകയാണ്. മാതുലനായ മഹാനരായ ശാഫിഈ ഇമാം തങ്ങളോ ഉറങ്ങാതെ കൺ തുറന്നിരിക്കുന്നത് കണ്ടപ്പോ ഉറങ്ങുന്നില്ലയോ, നിങ്ങൾ ഉറങ്ങുന്നില്ലയോ എന്ന ചോദ്യം വന്നപ്പോ പറഞ്ഞു, മോളെ അല്ലാഹുവിന്റെ ദീനിനാവശ്യമായ ചില ചിന്തകളിൽ മുഴുകിയിരിക്കുകയാണ്. അതിനാവശ്യമായ ചില കാര്യങ്ങളെ ക്രമപ്പെടുത്തുകയാണ്. അവരുടെ ഊണും അവരുടെ ഉറക്കവും അവരുടെ വിചാരങ്ങളും അവരുടെ എല്ലാ തരത്തിലുള്ള ഇടപാടുകളും അല്ലാഹുവിലേക്കാണ്. അവരുടെ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും പരിശുദ്ധ ഖുർആൻ അവരെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുപോയി. മക്കക്കാരായ ആളുകൾ മദീനയിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവരുടെ അടുക്കൽ ചെന്നിട്ട് ശാഫിഈ ഇമാം തങ്ങളെന്ന ചെറിയ മോനായിരിക്കുന്ന കാലത്ത് ചോദിക്കുകയാണ്, മദീനയിൽ ആരാണുള്ളത്? അവര് പറഞ്ഞു, മദീനയിലല്ലയോ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ദർസ് നടത്തുന്നത്. മഹാനരായ മാലിക് ഇബ്നു അനസ് തങ്ങളെന്ന മഹാപണ്ഡിതൻ അവരവിടെ ദർസ് നടത്തുകയല്ലേ. ശാഫിഈ ഇമാം തങ്ങൾ ചോദിച്ചു, ഞാനും വരട്ടെയോ? 8 ദിവസം കൊണ്ടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിച്ചേർന്നത്. ആ 8 ദിവസവും കൂടെയുള്ള ആളുകൾ കാണുകയാണ് 8 തവണ ഖത്മുൽ ഖുർആൻ പാരായണം ചെയ്തുപോയി. മദീന മുനവ്വറയിലേക്ക് യാത്ര തിരിച്ച 8 ദിവസവും തന്റെ കൂടെയുള്ള യാത്രാ സംഘങ്ങൾ അമ്പരന്നു നിൽക്കുകയാണ്. ഒരു ചെറിയ മോനാണ് ഒട്ടകപ്പുറത്ത് കയറിയത് മുതൽ ഖുർആൻ ഓതുകയാണ്. ആ ഖുർആൻ 8ാമത്തെ ദിവസം അവര് മദീനത്ത് ഇറക്കി വിടുന്ന നേരത്ത് 8 തവണ ഖുർആൻ ഓതി പൂർത്തിയാക്കി. മഹാനായ മാലിക് ഇബ്നു അനസ് തങ്ങളുടെ മുന്നിലേക്ക് ചെല്ലുകയാണ്. അവരാരാണ്? അറിവിന്റെ രാജകിരീടമണിഞ്ഞ നേതാവ്, മദീന മുനവ്വറയിൽ റസൂലുള്ളാഹിന്റെ അരികിലിരുന്നിട്ട്
ഹദീസ് പറയുന്ന ഇമാം അൻ-നാഫിഇ അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ അൻ സാഹിബിൽ ഖബർ മഹാനരായ നബി തങ്ങളുടെ ചാരത്തിരുന്ന് ഹദീസ് പറയുമ്പോ ഇമാം നാഫിഇ തങ്ങളിൽ നിന്ന് അവിടുന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളിൽ നിന്ന് അവിടുന്ന് ഇതാ ഈ ഖബറിൽ കിടക്കുന്നവരിൽ നിന്ന് റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക് നോക്കിക്കൊണ്ടാണത് പറയുക. ഈ സാഹിബുൽ ഖബറിൽ നിന്ന് ഞാൻ ഉദ്ധരിക്കുന്നു. അത്രത്തോളം ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധമായ റൗള ശരീഫിന്റെ ചാരത്തിരുന്ന് ദർസ് നടത്തുന്നവർ അവരോ ഒരിക്കൽ ചോദിച്ചു പോയി, മാലിക് തങ്ങളെ, എത്രയോ കാലമായി ഹദീസ് പറയുന്നുണ്ടല്ലോ, അപ്പോഴെല്ലാം പ്രയോഗിക്കുന്ന പ്രയോഗം അതാ സാഹിബുൽ ഖബറിൽ നിന്നാണല്ലോ, എന്തുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ പേര് പറയാത്തത്? മഹാനരായ മാലിക് ബിൻ അനസ് തങ്ങൾ പറയുകയാണ്, എനിക്കതിന് സാധ്യമല്ല. ഓരോ തവണ ഹദീസ് പറയുമ്പോഴും ഓരോ തവണ ഞാൻ അവിടുത്തെ വാക്യങ്ങൾ വായിച്ചു തരുമ്പോഴും ഞാനങ്ങ് തിരിഞ്ഞു നോക്കുന്ന നേരത്ത് എൻ്റെ മുന്നിൽ എൻ്റെ നേതാവിനെ കാണുകയാണ്. അവിടുത്തെ പ്രൗഢിയുടെ, അവിടുത്തെ പ്രൗഢമായ ഈ ദർബാറിൽ ഇരുന്നിട്ട് അവിടുത്തെ പേര് പറയാൻ എനിക്ക് സാധ്യമല്ല. അവിടുത്തെ ഗാംഭീര്യം കാണുമ്പോൾ എനിക്കതിന് കഴിയുന്നില്ല. ആ രൂപത്തിൽ റസൂലുള്ളാഹിനെ അനുഭവിച്ച നേതാവാണ് മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. അവരുടെ ചാരത്തേക്ക് ചെല്ലുന്ന നേരത്താണ് 8 തവണ ഖുർആൻ ഓതി പൂർത്തീകരിച്ചിട്ട് ചെല്ലുന്നത്. മഹാനരായ മാലിക് ബിൻ അനസ് തങ്ങളെ ചോദ്യം എവിടെ നിന്നാണ്? ശാഫിഈ ഇമാം തങ്ങൾ വരവിന്റെ ലക്ഷ്യം പറയുകയാണ്. ശാഫിഈ ഇമാം തങ്ങൾ മാലികി ഇമാം തങ്ങളുടെ ശിഷ്യനാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ശാഫിഈ ഇമാം തങ്ങളുടെ ശിഷ്യനാണ്. ശാഫിഈ ഇമാം തങ്ങളോ സംശയങ്ങൾ വരുമ്പോ നടന്നത് അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിന്റെ അരികിലേക്കാണ്. അവിടെ ചെന്ന് സിയാറത്ത് ചെയ്യുകയാണ്. മദ്ഹബിന്റെ ഇമാമിങ്ങൾ 4 വലിയ ആത്മബന്ധത്തിന്റെ ഉടമകളാണ്. അവര് ചെയ്തു വെച്ച ഈ വലിയ പ്രവർത്തനം ഖിയാമം നാൾ വരെ മുസ്ലിം ഉമ്മത്തിനുള്ള വലിയ ജീവിത സംവിധാനമാണ്. അതേ ശാഫിഈ ഇമാം തങ്ങളുടെ ഖുർആൻ അത് റമളാനാകുമ്പോൾ അധികരിക്കുകയാണ്. 2 തവണ ഖുർആൻ ഓതി പൂർത്തീകരിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, റമളാനിന്റെ കവാടത്തിൽ റജബിന്റെ രാത്രിയിലാണ് നമ്മളുള്ളത്. ഹൃദയത്തിൽ കുറിച്ചോ, എൻ്റെ മദ്ഹബിന്റെ ഇമാം അവിടുന്ന് 2 തവണ ഖുർആൻ ഓതാറുണ്ടായിരുന്നു റമളാനില്. അങ്ങനെ എത്ര പേരുടെ ചരിത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. നമ്മുടെ മുൻഗാമികൾ ഖുർആനിൽ ജീവിച്ചവരാണ്. അവരത് പാരായണം ചെയ്യാൻ സമയം കണ്ടെത്തിയവരാണ്. ഈമാനിന്റെ മധുരമോ ഖുർആനിന്റെ പാരായണത്തിലാണ്. ഈ അടുത്ത ദിവസം വായിച്ചു, കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ചകളിൽ നമ്മുടെ പള്ളികളിലൊക്കെ മയ്യത്ത് നിസ്കരിച്ച ഒരാളുണ്ട്. ഫലസ്തീനിന്റെ വിമോചന പോരാളികളിൽ ഒരാൾ അബൂ ഹുദൈഫ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട മനുഷ്യനെ ഈ അടുത്ത ദിവസമാണ് ഇസ്രായേൽ കൊന്നുകളഞ്ഞത്. അബൂ ഹുദൈഫയ്ക്ക് അല്ലാഹു ഷഹാദത്തും ഷഹീദിന്റെ പദവിയും നൽകുമാറാകട്ടെ. അബൂ ഹുദൈഫ എന്ന ഫലസ്തീനിയൻ പോരാളി, അദ്ദേഹത്തിന്റെ മകൻ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പിട്ടു, എന്റെ വാപ്പയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കണം. ഫലസ്തീനിന്റെ വിമോചന പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ അബൂ ഉബൈദയുടെ മരണം, അബൂ ഉബൈദ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട പോരാളിയുടെ മരണം
ഫലസ്തീൻ, അവിടുത്തെ ജനത, പ്രത്യേകിച്ച് റജബ് മാസത്തിൽ നമ്മളൊക്കെയും ഫലസ്തീനിനെ കൂടുതൽ ഓർക്കുന്ന സമയമാണ്. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിം മിനൽ ളുലമി. നമ്മുടെ നേതാവ് പാതിരാവിൽ എത്തിച്ചേർന്ന ഹറമുകളിൽ നിന്ന് ഹറമിലേക്കുള്ള പ്രയാണത്തിൽ എത്തിച്ചേർന്ന ഇടമേ ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദുൽ അഖ്സാ. അവിടെയല്ലേ വഖദ്ദമത്ക ജമീഉൽ അംബിയാഇ ബിഹാ വറുസുലി തഖ്ദീമ മഖ്ദൂമിൻ അലാ ഖദമി. ലോകം കണ്ട സർവരാലും അംഗീകരിക്കപ്പെട്ട പ്രവാചകന്മാരൊക്കെയും സേവകന്മാരെ പോലെ ലോക നേതാവിനെ കാത്തുനിന്ന ഇടമേ, അവിടുന്ന് ഇമാമായി നിസ്കരിച്ച ഇടമേ, ബൈത്തുൽ മുഖദ്ദസിന്റെ മനോഹരമായ ഭൂമി മസ്ജിദുൽ അഖ്സാ, നമ്മൾ ആദ്യം തിരിഞ്ഞു നിന്ന ഇടമേ, നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗമേ, സർവാദരങ്ങളും ഏറ്റുവാങ്ങി അല്ലാഹുവിന്റെ റസൂല് പടച്ചവന്റെ അരികിലേക്ക് യാത്ര ചെയ്ത മിഅ്റാജിന്റെ ഓർമ്മകളുടെ ഇടമേ ബൈത്തുൽ മുഖദ്ദസ്. മറക്കാനാകുമോ? വിശ്വാസിക്ക് മറക്കാനാകുമോ? അല്ലാഹു ആ ഭൂമിക്ക് സമാധാനവും സലാമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിന്റെ അരികിലാണ് സയ്യിദുനാ ഇമാമുന ശാഫിഈ തങ്ങൾ ജനിച്ചത്. ഗസയിലാണ് ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം തങ്ങളുടെ ജനനം. അവിടെ എത്രയോ ചരിത്രം പറയാനുണ്ട്. ഞാൻ ഈ പരിസരത്തൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിലേക്ക് കടന്നു പോകുന്നില്ല. ബൈത്തുൽ മുഖദ്ദസിന്റെ വിമോചന പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, അവിടെയും നിങ്ങൾ നോക്കൂ, ആരാണ് പ്രശ്നക്കാർ? 948 മെയ് 14 വരെ സന്തോഷമായി ജീവിച്ചുകൊണ്ടിരുന്ന 10 ലക്ഷം അറബികളുടെ ഇടയിലേക്ക് ഇടിച്ചു കയറി ചെന്നിട്ടാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ജൂതന്മാരെ വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് ഇസ്രയേൽ എന്ന രാജ്യം ഉണ്ടാക്കിയത്. 1948 മെയ് 14 മുമ്പ് ലോക ഭൂപടത്തിൽ ഇസ്രയേലില്ല. ഈ ചരിത്രം നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുക. ലോകത്തെ എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും AI സംവിധാനങ്ങളും വിലക്കെടുത്തിട്ട് ഇസ്രയേൽ ലോകത്തിന് പഠിപ്പിക്കുന്ന ചരിത്രം. ഇസ്രയേൽ അവരുടെ വാഗ്ദത്ത ഭൂമിയാണത്രേ. ആ കാലത്ത് മുസ്ലിം ഉമ്മത്തെങ്കിലും മനുഷ്യത്വമുള്ളവരെങ്കിലും മറന്നുപോകാത്ത ചരിത്രം നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചു വെക്കേണ്ട ഓർമ്മകൾ ഉണ്ടാവണം. 10 ലക്ഷം അറബികളെ ഇല്ലാതാക്കിക്കൊണ്ട് അവരുടെ ഭൂമിയിലേക്കാണ് ലോകമാസകലമുള്ള ജൂതന്മാരെ വിളിച്ചുകൊണ്ടുവന്നൊരു പുതിയ രാജ്യം ഉണ്ടാക്കി. അവിടെയുള്ള പലരുടെയും ചരിത്രം നിങ്ങൾ പരിശോധിച്ചു. ഇന്നത്തെ പ്രസിഡന്റ്, അയാൾ ജനിച്ചത് ഫലസ്തീനിലല്ല. ബെഞ്ചമിൻ നെതന്യാഹു ജനിച്ചത് ഫലസ്തീനിലല്ല. ഏരിയൽ ഷാരോൺ ജനിച്ചത് ഫലസ്തീനിലല്ല. അവിടെയുള്ള അധികാരികളുടെ ലിസ്റ്റ് എടുക്കൂ. മറുഭാഗത്ത് ഇസ്രയേലിനെതിരെ പോരാടിയ ഫലസ്തീൻ പോരാളികളുടെ ചരിത്രം വായിക്കൂ. യാസർ അറാഫത്ത് ജനിച്ചത് ഫലസ്തീനിലാണ്. ഷെയ്ഖ് അഹ്മദ് യാസീൻ ഫലസ്തീനിയാണ്. അവസാനം വീണ അബൂ ഉബൈദ ജനിച്ചതും ഫലസ്തീനിലാണ്. ഫലസ്തീനിന്റെ പോരാളികളൊക്കെ ഫലസ്തീനിൽ ജനിച്ച മനുഷ്യരാണ്. ഈ പിടിച്ചടക്കാത്ത ആളുകൾ, പുറത്തുനിന്ന് കയറി വന്ന ആളുകളാണ് അവിടെ ആ രാജ്യത്ത് പ്രശ്നം ഉണ്ടാക്കിയത്. അതെല്ലാ സ്ഥലത്തും അങ്ങനെയല്ലേ? ഇന്നലെ വെനസ്വല എന്ന് പറയുന്ന രാജ്യത്തെ പ്രസിഡന്റിനെയും അവരുടെ ഭാര്യയെയും ആ രാജ്യത്തേക്ക് ആക്രമിച്ചു കയറി പിടിച്ചുകൊണ്ടുപോയി. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തു. ലോക ചരിത്രത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്, എത്ര നീതിയില്ലാത്ത നീതിരഹിതമായ ഇടപെടലാണ്. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്ക് കടന്നുകയറി ആ രാജ്യത്തിന്റെ പ്രസിഡന്റിനെയും അവിടുത്തെ പ്രസിഡന്റിന്റെ പത്നിയെയും പിടിച്ചുകൊണ്ടുപോവുക. ആ രാജ്യത്തിന്റെ സംവിധാനങ്ങളൊക്കെ നോക്കി നിൽക്കെ ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ അസ്ഥിരപ്പെടുത്തുക. എന്തിനാ കൊണ്ടുപോയത്? വെനസ്വേലയ്ക്കെതിരെ എന്തിനാണ് പുതിയ യുദ്ധം? ഒന്ന്, അവിടെ എല്ലാം ഈ ഫലസ്തീനിന്റെ ചരിത്രമുണ്ട്. ഫലസ്തീനിൽ നരനായാട്ട് നടക്കുമ്പോ ഫലസ്തീനിലുള്ള മനുഷ്യരെ കൊന്നുകളയുന്നവൻ മനുഷ്യനല്ല എന്ന് വിളിച്ചു പറഞ്ഞവരിൽ പ്രധാനിയായിരുന്നു വെനസ്വേലയുടെ പ്രധാനമന്ത്രി. വെനസ്വേലയുടെ പ്രസിഡന്റ് ഫലസ്തീനിൽ ഇസ്രയേൽ ചെയ്തു കൂട്ടുന്ന കാട്ടാളത്തങ്ങൾക്കെതിരെ ശബ്ദിച്ച മനുഷ്യനാണ്. അയാൾ അഴിമതി നടത്തിയോ, അയാളുടെ രാജ്യത്തെ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് വേറൊരു ചർച്ചയാണ്. അതിനൊന്നുമുള്ള പരിഹാരമല്ല അമേരിക്ക ആ മനുഷ്യനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുക എന്നുള്ളത്. അത് വേറൊരു രാജ്യമാണ്.
എന്നാൽ അയാൾ ധീരമായി ശബ്ദിച്ചിട്ടുണ്ട്. ഇസ്രയേലിന്റെ ഈ കിരാതമായ നയനിലപാടുകൾക്കെതിരെ ശബ്ദിച്ച മനുഷ്യരിൽ ഒരാളാണ് വെനസ്വേലയുടെ പ്രസിഡന്റ്. അതുകൊണ്ട് തന്നെയാണ് അയാളെ ടാർഗറ്റ് ചെയ്യപ്പെട്ടത്. ലോകത്തെ ഏറ്റവും അധികം എണ്ണയുള്ള രാജ്യങ്ങളിൽ ഒന്ന് വെനസ്വേലയാണ്. ഇനി നിങ്ങൾ വരൂ, 1992 കുവൈറ്റിലേക്ക് വരുമ്പോൾ അമേരിക്ക പറഞ്ഞത്, ജോർജ് H.W. ബുഷിന്റെ പ്രസ്താവന എന്തായിരുന്നു? ഞങ്ങൾ വരുന്നത് അറബികളുടെ സമ്പത്ത് എണ്ണയൊന്നും കണ്ടിട്ടല്ല, കുവൈറ്റിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇന്ന് വരെ അവിടെ നിന്ന് അവർ പോയിട്ടുണ്ടോ? പിന്നെ ഇന്ന് വരെ അറബ് രാജ്യങ്ങളിൽ നിന്ന് അവർ പോയിട്ടുണ്ടോ? ഇറാഖിനെ ആക്രമിക്കുന്ന സമയത്ത് അവർ പറഞ്ഞത്, ഞങ്ങൾ വരുന്നത് ഇറാഖിന്റെ സമ്പത്ത് കണ്ടിട്ടല്ല. പക്ഷേ സംഭവിച്ചത് എന്താണ്? ലോക ചരിത്രത്തിൽ തന്നെ ഇല്ലാ കഥകൾ പറഞ്ഞിട്ടൊരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ, ആ രാജ്യത്തിന്റെ അധികാരിയെ ഇല്ലായ്മ ചെയ്തു. അയാളെ തൂക്കിക്കൊന്നു. കഴിഞ്ഞ ഡിസംബർ 30 നമ്മൾ പലരും മറന്നുപോയതാണ്. സദ്ദാം ഹുസൈൻ തൂക്കിലേറ്റപ്പെട്ട ദിവസമായിരുന്നു. അമേരിക്കക്കാരൻ ഇറാഖിലേക്ക് വന്നപ്പോഴും പറഞ്ഞത് ഇതേ വർത്താനാണ്. ഞങ്ങൾ വന്നത് ഇറാഖിനെ സംരക്ഷിക്കാനാണ്, ഞങ്ങൾ വരുന്നത് അഫ്ഗാനിനെ സംരക്ഷിക്കാനാണ്, ഞങ്ങൾ വരുന്നത് ഇന്നാലിന്ന രാജ്യങ്ങളെ സംരക്ഷിക്കാനാണ്. ലോകത്തിന്റെ പല രാജ്യങ്ങളിലേക്കും അവരുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്ത് കടന്നു കയറിയ ഇവർ തന്നെയാണ് ലോകത്തെ എല്ലാ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയത്. പിന്നീടാണല്ലോ അറബ് ലോകത്ത് ഈ ഭീകര പ്രവർത്തനങ്ങളെല്ലാം പൊട്ടിപ്പുറപ്പെട്ടത്. പുതിയതെന്താ കൊടുക്കാൻ കൊണ്ടുവരുന്നത്? ഇതെന്തായി കൊടുക്കാൻ കൊണ്ടുവരുന്നത്? ബർഗർ കുറച്ച് കഴിഞ്ഞു കൊടുത്താൽ പോരെ മോനെ? കുറച്ച് കഴിഞ്ഞു കൊടുത്താൽ പോരെ? നമ്മളിങ്ങനെ ഫലസ്തീന്റെ കാര്യം വലിയ ചൂടോടൊക്കെ പറയാം, അവർ അവിടെ പട്ടിണി കിടക്കുന്ന കാര്യമൊക്കെ പറയും, ബർഗർ എന്നിട്ട് അത് കേൾക്കാന്ന് പറഞ്ഞാലേ അതൊരു നല്ല നടപടിയല്ല. വേറൊരു കാര്യമുണ്ട്, ഇത് നിങ്ങൾ എനിക്ക് തരികയില്ല, അത് വേറെ കാര്യം. നിങ്ങൾ എനിക്ക് തരികയില്ല, ഞാനിവിടുന്ന് ലോകരാജ്യങ്ങളിൽ പലരും പട്ടിണി കിടക്കുന്ന കഥ പറയുമ്പോൾ ഇതൊക്കെ കഴിച്ചോണ്ട് ഇതൊക്കെ കഴിച്ചോണ്ട് അത് കേൾക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും സുഖമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ അവർ തരും. അൽഹംദുലില്ലാ, പുതിയ വയലിന്റെ വേദികൾ ഇങ്ങനെയാണ് വേണ്ടത്. നല്ല സംവിധാനം, ഇടയ്ക്ക് ചായ, കാപ്പി, ബർഗറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ചെറുപ്പക്കാർ വയലിന് വന്നേ. അപ്പൊ പുതിയ വയലിന്റെ മജ്ലിസിൽ, ന്യൂജൻ വയലിന്റെ മജ്ലിസാണ്, ജെൻസിയാണ്. ബർഗർ, ചായ, കാപ്പി ഇതെല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെയൊക്കെ നല്ല ദുആയി നിങ്ങൾക്കുണ്ടാവും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളിങ്ങനെ ചൂടിൽ ലോക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഇടയിൽ ഒരല്പനേരം ബർഗർ കഴിക്കാണ്ട, കുറച്ച് കഴിച്ചിട്ട് സാമ്രാജ്യത്തെ വിരുദ്ധത പറഞ്ഞുകൊണ്ടിരിക്കുക, അതിന്റെ ഇടയിൽ ബർഗർ പെപ്സിയും കഴിക്കാന്ന് പറഞ്ഞാല് അതിനേക്കാൾ വലിയ കോമഡി വേറെ ഇല്ലല്ലോ. അപ്പൊ പറഞ്ഞു വരുന്നത്, ലോകത്തെ എല്ലാ രാജ്യങ്ങളിലേക്കും ആക്രമിച്ചു കയറി, ലോകത്തെ എല്ലാ രാജ്യങ്ങളിലേക്കും ആക്രമിച്ചു കയറി ആ രാജ്യത്തെ മനുഷ്യരുടെ സ്വസ്ഥത കെടുത്തിയത് ആരാണ്? ആലോചിച്ചു നോക്കൂ. ആ രാജ്യങ്ങളിലെ മനുഷ്യരുടെ ജീവിതം ഇല്ലായ്മ ചെയ്തതാരാണ്? ലോകം ഇന്ന് കാണുന്ന ഏത് തീവ്രവാദ പ്രവർത്തനങ്ങളുണ്ടോ അതിന്റെ എല്ലാം പിന്നിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഇടപെടലുകളുണ്ട്. ഇറാഖ് അസ്ഥിരപ്പെട്ടപ്പോഴാണ് അവിടെ നിന്ന് ലോകത്തെ തന്നെ ക്രൂരമായ ചരിത്രങ്ങൾ തീവ്രവാദത്തിന്റെ പേരിൽ എഴുതി ചേർക്കപ്പെട്ട സംഘടനകൾ പൊട്ടിപ്പുറപ്പെട്ടത്. ആലോചിച്ചു നോക്കൂ. ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളിലെല്ലാം ഇവരുടെ കൈയുണ്ട്. എന്നിട്ട് അവര് പറയാ, ഞങ്ങളാണ് ഇവിടെ സമാധാനം ഉണ്ടാക്കാൻ വന്നത് എന്നാണ്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മനുഷ്യത്വപരമായ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടവരാണ്. മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കേണ്ടവരാണ്. വിമോചനത്തിനു വേണ്ടി അങ്ങേയറ്റം പോരാടിയ മുൻഗാമികളാണ് നമുക്കുള്ളത്. അങ്ങേയറ്റം നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം, നമ്മുടെ രാജ്യത്ത് എത്രയോ മതസ്ഥർ എത്രയോ കാലങ്ങളിൽ വന്ന് കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നു. എത്രയോ കാലങ്ങളിൽ അറബികൾ വന്ന് കച്ചവടം ചെയ്തു, ചൈനക്കാരൻ വന്ന് കച്ചവടം ചെയ്തു. പ്രശ്നം ഉണ്ടായതെപ്പോഴാ? പ്രശ്നമുണ്ടേ കുതിര കയറുന്നത്. എന്തൊക്കെയോ അനർഹമായത് മുസ്ലിം സമുദായം ഇവിടെ നേടിയെടുത്തു എന്ന് സമൂഹത്തിന്റെ മുമ്പിൽ പച്ചയായി വർഗീയത പറയുന്നത്. ഒന്നാമതായി ആ മനുഷ്യന്റെ പിന്നാലെ കൂടിയിട്ടുള്ള ആളുകളോടാണ്. ശ്രീനാരായണ ഗുരുവെന്ന മഹാമനുഷ്യനേറ്റ അപവാദങ്ങളിൽ ഒന്നാണ് വെള്ളാപ്പള്ളി നടേശൻ. മതിയായ ചികിത്സ കൊടുത്ത് മൂലക്കിരുത്താൻ നിങ്ങൾ തയ്യാറാകണം.
രണ്ടാമത് മുസ്ലിം ഉമ്മത്ത് ഇവിടെ എന്ത് നേടി? വരൂ, വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള മുസ്ലിം വിരുദ്ധ നരേറ്റീവുകൾ സൃഷ്ടിക്കുന്നവരെ വെല്ലുവിളിക്കുന്നു. സമൂഹത്തിന്റെ നടുത്തളത്തിലേക്ക് വരൂ. ജനസംഖ്യാനുപാതികമായി അർഹമായതുപോലും ലഭിച്ചിട്ടില്ലാത്തവരാണ് മുസ്ലിങ്ങൾ. അനർഹമായി എന്തെങ്കിലും ഒന്ന് ലഭിച്ചിട്ടുണ്ടെന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഡാറ്റകൾ വെച്ച് പറയാൻ വെള്ളാപ്പള്ളിമാരുൾപ്പെടെ സമൂഹത്തിന്റെ നടുത്തളത്തിൽ ഇസ്ലാം വിരുദ്ധത പറയുന്ന, മുസ്ലിങ്ങളെ കുതിര കയറുന്ന സകല വർഗീയവാദികളെയും വെല്ലുവിളിക്കുകയാണ്. മുസ്ലിങ്ങൾക്ക് മന്ത്രിമാരുണ്ടായേക്കാം, മുസ്ലിങ്ങൾക്ക് മന്ത്രിമാർ. അപ്പോൾ തന്നെയും ജനസംഖ്യ ആനുപാതികമായി നമുക്ക് മന്ത്രിമാർ എവിടെ ഉണ്ടായത്? ഒരു മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനം അവർക്ക് കിട്ടിയ വോട്ട് ഷെയറുകളുടെയും അവരുടെ കോൺട്രിബ്യൂഷനുകളുടെയും അടിസ്ഥാനത്തിൽ ഒരു സ്ഥാനം കൂടി അധികം ചോദിച്ചാൽ ഇവിടെ വർഗീയത പറയുന്ന ആളുകളില്ലേ? മുസ്ലിം സമൂഹത്തിന് കുതിര കയറാൻ കുറെ നാളുകളായിട്ട് മുസ്ലിം സമൂഹത്തിന് നേരെ അനാവശ്യ പ്രചരണങ്ങൾ അഴിച്ചുവിടുക. നിങ്ങൾ ചരിത്രം എടുത്ത് നോക്കൂ. കോളേജുകൾ, ബി.എഡ് കോളേജുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ത് തന്നെയാകട്ടെ, മുസ്ലിം സമൂഹം ജനസംഖ്യാനുപാതികമായി മുൻനിർത്തിക്കൊണ്ട് ആലോചിക്കൂ. മുസ്ലിം സമൂഹത്തിന് അർഹമായതുപോലും കിട്ടിയിട്ടില്ല. അപ്പോഴാണ് ഒരു ഭാഗത്ത് ഈ സമൂഹത്തെ മുഴുവനും കരിവാരിത്തേക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. അത് ചോദ്യം ചെയ്ത മുസ്ലിം റിപ്പോർട്ടർ തീവ്രവാദി എന്നാണ് വിളിക്കുന്നത്. ആരാണ് അയാൾക്ക് അതിന് അവകാശം കൊടുത്തത്? നിങ്ങൾ പറഞ്ഞത് കളവാണെങ്കിൽ മുഖത്ത് നോക്കി ചോദ്യം ചെയ്യുന്നവനെ തീവ്രവാദി എന്ന് വിളിക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു? നിങ്ങളാണോ? ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുതേ എന്ന് വിളിച്ചു പറഞ്ഞ ശ്രീനാരായണ ഗുരു എന്ന മഹാത്മാവിനെ, അദ്ദേഹത്തിന്റെ സംവിധാനത്തെ പ്രതിനിധാനം ചെയ്യുന്നത്, അതിനേക്കാൾ വലിയൊരു അശ്ലീലം കേരളത്തിന് ഇനി കാണാനില്ല. പറഞ്ഞു വരുന്നത് മുസ്ലിം സമൂഹം എത്ര സംയമനം പാലിച്ചു, എത്ര കാലായി ഈ ചങ്ങാതി മുസ്ലിം സമൂഹത്തിന്റെ മേലെ കുതിര കയറുന്നു. നമുക്ക് എല്ലാവരോടും പറയാനുള്ളത് ഇതുപോലെയുള്ള വർഗീയവാദികളെ നിലയ്ക്ക് നിർത്തണമെന്നാണ്. വർഗീയവാദികളെ നിലയ്ക്ക് നിർത്തുക തന്നെ വേണം. ഒരു സമുദായം കാണുന്നവർക്കൊക്കെ ഓടി വന്ന് കയറാനുള്ള ചാഞ്ഞ മരമൊന്നുമല്ല. കേരളീയ മുസ്ലിം സമൂഹത്തിന് ചോദിക്കാനും പറയാനും ആളുണ്ട്. അത് തിരിച്ചറിയാൻ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയണം. മുസ്ലിം സമൂഹം, മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായി നിൽക്കേണ്ട കാലത്താണ് നമ്മളുള്ളത്. അള്ളാഹു നമുക്ക് ഇസ്സത്ത് നൽകുമാറാകട്ടെ, ഐക്യം നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അബൂ ഉബൈദയുടെ വർത്തമാനമാണ്. അബൂ ഉബൈദ മരണപ്പെട്ടു. അദ്ദേഹം ഇസ്രായേലിനാൽ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ മകൻ ഒരു കുറിപ്പെഴുതി. ആ കുറിപ്പ് വായിച്ചിട്ട് സത്യത്തിൽ വെള്ളിയാഴ്ച രാവിലെ സങ്കടം തോന്നി. എന്റെ ഉപ്പയ്ക്ക് വേണ്ടി നിങ്ങളൊക്കെ മയ്യിത്ത് നിസ്കരിക്കണം. അതിന്റെ താഴെ അദ്ദേഹം എഴുതി, ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിന്റെ ഇടയിൽ ഞാൻ ഒരിക്കൽ എൻ്റെ ഉപ്പയെ കണ്ടുമുട്ടി. എൻ്റെ ഉപ്പയെ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ ഉപ്പാനോട് പല കാര്യങ്ങളും ചോദിച്ചു. ആ കൂട്ടത്തിൽ ചോദിച്ചു, ഉപ്പ നിങ്ങൾ ഖുർആൻ ഓതുന്നുണ്ടോ ഉപ്പ? ഉടനെ എന്നോട് ഉപ്പ പറഞ്ഞു, ഏതോ കാലത്ത് ജീവിച്ചിരുന്നൊരു മഹാത്മാവിന്റെ ചരിത്രമല്ല, 2-3 ദിവസം മുമ്പ് ഷഹീദായി വീണൊരു മനുഷ്യന്റെ ചരിത്രമാണ്. അദ്ദേഹത്തിന്റെ മകൻ പറയുകയാണ്, എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞു, മോനെ 2-3 രാത്രികൾ കൂടുമ്പോൾ ഞാൻ ഖുർആൻ ഓതി പൂർത്തീകരിക്കുകയാണ്. എന്റെ ശരീരത്തൂടെ ഒരു വിറയല് കയറിപ്പോകേണ്ട സമയമല്ലേ ഇത്? ആലോചിച്ചു നോക്കൂ. ലോകത്തെ ഏറ്റവും വലിയ ചാരസംഘടന അവരുടെ കണ്ണു തുറന്നു വെച്ച ആയുധങ്ങളും വെച്ച് കാത്തിരിക്കുന്ന നേരത്ത് അബൂ ഉബൈദ എന്ന പോരാളി ബോംബുകൾ വീഴുന്ന തെരുവുകളിൽ നിന്ന് തെരുവുകളിലേക്ക് പലായനം ചെയ്യുന്നതിന്റെ ഇടയില് ഫലസ്തീനിന്റെ മണ്ണിലിരുന്നു കൊണ്ട് 2-3 രാത്രികൾ കൂടുമ്പോ ഖുർആൻ ഓതി തീർക്കുകയാണ്. ഉപ്പാ, ഈ രാഷ്ട്രീയ പ്രതിസന്ധികളുടെ ഇടയിൽ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു ഉപ്പാ? അബൂ ഉബൈദയുടെ മകന്റെ ചോദ്യമാണ്. മകനോട് പറഞ്ഞെന്ന്, മോനെ ഖുർആനിന്റെ പാരായണമില്ലാതെ ഞാനില്ലല്ലോ. ഖുർആനിന്റെ പാരായണമില്ലാതെ നമ്മുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നില്ലല്ലോ. ഏതു പ്രതിസന്ധിയാണെങ്കിലും ഏതു പ്രയാസമാണെങ്കിലും ഞാൻ 2-3 രാത്രികൾ കൂടുമ്പോ ഖുർആൻ ഓതി തീർക്കാറുണ്ട്. ഇനി നമ്മുടെ വീട്ടിലേക്ക് വരൂ. ഒരു ചാരക്കണ്ണും നമ്മെ തേടി വരുന്നില്ല. മേലെ വീണ് പൊട്ടാനൊരു ബോംബുമില്ല. ആയുധങ്ങളുമായി ആരും നമ്മെ അന്വേഷിച്ചു വരാനില്ല.
പലായനം ചെയ്യാനുള്ള അവസ്ഥയിലല്ല. ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല. പക്ഷേ നമ്മുടെ വീടുകളിൽ ഖുർആൻ എവിടെയാണ്? ഖുർആനിന്റെ ഓതലുകൾ, ഖുർആനിന്റെ പാരായണങ്ങൾ നഷ്ടപ്പെട്ടു പോയ വീടുകളല്ലയോ ഇന്ന് മുസ്ലിമീങ്ങളുടെ വീടുകൾ? നമ്മുടെ വീടുകളിൽ ഖുർആൻ ആരാണ് പാരായണം ചെയ്യുന്നത്? നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ഭാര്യമാര് ഖുർആൻ പാരായണം ചെയ്യുന്നില്ലല്ലോ. നമ്മുടെ വീടുകളൊക്കെയും ഖുർആനിനെ മടക്കി വെച്ചതിൽ നിന്ന് മടങ്ങുകയാണല്ലോ. മുഅ്മിനേ, നാളെ അബൂ ഉബൈദ വന്നു നിൽക്കുന്ന മഹ്ശറയില് സദാ സുഖലോലുപന്മാരായി കഴിഞ്ഞ നമ്മൾ എങ്ങനെയാണ് ചെന്നു നിൽക്കുക? അവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ എങ്ങനെയാ ചെന്ന് നിൽക്കുക? എല്ലാ സൗകര്യവും റബ്ബ് തന്നു നമുക്ക്. പക്ഷേ അവന്റെ കലാം അതൊന്ന് പാരായണം ചെയ്യാൻ നമുക്ക് നേരം കിട്ടുന്നില്ല. നമുക്കതിലൊരു മധുരം തോന്നുന്നില്ല. അതല്ലേ ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞത്, ഈമാനിന്റെ മധുരം അത് ഖുർആനിന്റെ പാരായണത്തിലാണ്. ബാക്കി എല്ലാത്തിനും സമയമുണ്ടല്ലോ. ഉമ്മമാരെ, പെങ്ങന്മാരെ, ചെറുപ്പക്കാരെ, ഏതൊക്കെയോ പുതിയ കാലത്തെ അശ്ലീല സാഹിത്യങ്ങൾ പാട്ടുകളാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചവർ നമ്മുടെ മണ്ണിലേക്ക് വരുമ്പോ അവിടെ കൈയടിക്കാനും കൂക്കി വിളിക്കാനും കൂടിയവരാരാണ്? മുസ്ലിം ഉമ്മത്തല്ലയോ? നമ്മുടെ മലയാളത്തിന്റെ മഹത്തായ സാഹിത്യം, ആ സാഹിത്യം, ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടന്നു പോകുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ബർഗർ തരാൻ വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ വന്നാണ് മൂപ്പർ. നിങ്ങളെല്ലാവരും മൂപ്പർക്ക് വേണ്ടി ദ്വാരക്കണം. ഉസ്താദ് വന്നാൽ കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് ഉസ്താദിന്റെ അദബാണല്ലോ പ്രധാനം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് വേഗം കൊടുക്കട്ടോ. കൊടുക്കുന്ന ആളുകൾ വേഗം കൊടുക്കും, പെട്ടെന്ന് കൊടുക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാ ബലാഉം ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ എമ്മൈ കാക്കണം യാ റബ്ബനാ. ചൊല്ല് ലാ ഇലാഹ. ഉറക്കെ ചൊല്ലിക്കൊണ്ട് വാങ്ങിക്കോളൂ. ദണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. അല്ലാഹു അതിനുവേണ്ടി സഹകരിച്ച ഈ ചായ, വെള്ളം, ഇപ്പൊ കൊടുക്കുന്ന ഈ ഭക്ഷണം, ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അല്ലാഹു അവരുടെയൊക്കെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാകട്ടെ. അവരുടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് എല്ലാ പ്രയാസങ്ങളും അല്ലാഹു അകറ്റി കൊടുക്കുമാറാകട്ടെ. ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെയൊക്കെ വീടുകളിൽ പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണം കുറഞ്ഞുപോയി. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അതിന്റെ ഫലം നമ്മൾ പലയിടങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വീടുകളിൽ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോയി. എന്താ കാരണം? ഖുർആൻ പാരായണം കുറഞ്ഞു. പൈശാചികമായ ഇടപെടലുകൾ അധികരിച്ചു. ഖുർആന്റെ പാരായണം കുറഞ്ഞു. ഇന്നിപ്പോ നമ്മുടെ ഇൻട്രസ്റ്റ് അതിലൊന്നുമല്ല. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന്റെ ഇൻട്രസ്റ്റ്, ആരെങ്കിലുമൊക്കെ പാട്ട് പാടാൻ വരുമ്പോൾ അവരുടെ പിന്നാലെ തുള്ളാൻ. എന്നാൽ ഈ പാടുന്ന പാട്ടുകളോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയാള സാഹിത്യ രംഗത്തെ പഴയ ആളുകളൊക്കെ ജീവിച്ചിരുത്തുമെങ്കിൽ
ഇത്തരം രചനകളൊക്കെ കേൾക്കുമ്പോൾ തലയിൽ മുണ്ടിട്ട് നടക്കായിരുന്നു. കാസർഗോഡ് ജില്ലയിൽ വന്ന ഒരു പാട്ടുകാരന്റെ പാട്ട് സാമ്പിളിന് കേട്ടു നോക്കൂ. തെറി ഉൾപ്പെടെ വിളിച്ചു പറയുന്ന പാട്ട് കേൾക്കാനാണ് പർദ്ദ ഇട്ടിട്ട് നമ്മുടെ പെണ്ണുങ്ങൾ പോയതെന്ന് ആലോചിക്കുമ്പോൾ, തെറി പാടുന്ന ഒരു പാട്ടുകാരൻ നമ്മുടെ ഈ കുഞ്ഞു മക്കൾക്കൊക്കെ കേൾപ്പിച്ചു കൊടുക്കുക. അതിന് പുതിയ പേരുണ്ട്, റാപ്പ് എന്നാ പറയാ. എന്തൊക്കെയോ എഴുതി വെച്ചിട്ട് അതൊക്കെ വിളിച്ചു പറയാ. ആ വിളിച്ചു പറയുന്നതിന്റെ ഇടയിൽ തെറി വരെ. ഈ തെറി കേൾക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ ആയിട്ട് പോവാ. ഏതൊക്കെയോ പ്രേമഗാനങ്ങൾ ആലപിക്കുന്ന സദസ്സുകളിൽ പ്രായപൂർത്തിയായ പെൺകുട്ടികളെയും കൂട്ടി പോവാ. എന്നിട്ട് ദ്വാരക്ക, ഉസ്താദെ എന്റെ മോള് പ്രണയത്തിൽ പെട്ടുപോകാതിരിക്കാൻ ദ്വാരക്കണം. ആ കുട്ടിക്ക് ഇൻട്രസ്റ്റ് ആക്കി കൊടുത്തത് ആരാണ്? ആലോചിച്ച് നോക്കൂ. ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാക്കി കൊടുത്തത് മാതാപിതാക്കളല്ലേ? പ്രണയഗാനങ്ങൾ പാടുന്നവരുടെ സദസ്സുകളിൽ ആടിത്തുള്ളാൻ പോയതിൽ അധികവും മുസ്ലിങ്ങളല്ലേ? അവിടെ ചെന്ന് കൈവീശി കാണിച്ചത്, അവസാനം പോലീസിന്റെ അടി കിട്ടിയത് മുസ്ലിങ്ങൾക്ക് തന്നെയാണ്. അതിൽ വർഗീയത ഒന്നുമില്ല കേട്ടോ. അങ്ങനെയുള്ള സദസ്സിലൊക്കെ കാര്യമായി കിട്ടണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് മലക്കുകൾ അവിടുന്ന് തരാനുള്ളത് ഇവിടുന്ന് കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. കിട്ടിയവരൊക്കെ ഇവിടെ ഗാനമേളയ്ക്ക് പോയിട്ട് അടി കിട്ടിയവരൊക്കെ മലക്കുകളെ നാളെ അവിടുന്ന് തരാനുള്ളതൊക്കെ കേരള പോലീസ് വളരെ നന്നായിട്ട് ഇവിടുന്ന് തന്നു എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ ആലോചിച്ചു നോക്കൂ, പ്രണയഗാനങ്ങളാണ് ആ സ്റ്റേജിൽ പാടുന്നത്. അത് കേൾക്കുന്നത് 18 വയസ്സ് 19 വയസ്സ് സ്കൂളുകളിൽ പഠിക്കുന്ന, കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ. ഈ കുട്ടികളുടെ മനസ്സിൽ പ്രണയ ചിന്തകൾ വരുന്നു. മറ്റൊരാളിന്റെ കൂടെ നിങ്ങളുടെ അഭിമാനം പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ പെൺമക്കൾ ഇറങ്ങിപ്പോകുന്നതിലേക്കുള്ള വാതിൽ തുറക്കുന്നത് മാതാപിതാക്കളാണ്. മുസ്ലിം സമൂഹം ആലോചിക്കാനാണ്. നിങ്ങളുടെ മകൻ മറ്റൊരു പെൺകുട്ടിയുടെ കൈപിടിച്ച് വീട്ടിലേക്ക് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത് മുസ്ലിം മാതാപിതാക്കളാണ്. വ്യഭിചാരത്തിലേക്ക് അവരുടെ വാതിൽ തുറന്നു കൊടുക്കുന്നത് മുസ്ലിം യുവാക്കളെ, മുസ്ലിം ഉമ്മമാരെ, ഉപ്പമാരെ മനസ്സിലാക്കാനാണ്, നമ്മുടെ കുടുംബങ്ങളാണ് എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വേണം. അപ്പോ പരിശുദ്ധമായി ഇസ്ലാമിന് ഒരു ചിട്ടയും നിലപാടും ശൈലിയും ഒക്കെ ഉണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ. ഇസ്ലാം മുസ്ലിമാണെന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം നിസ്കാരം, നോമ്പ് മാത്രമല്ല. പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കൂ, വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കൂ. അപ്പോഴാണ് നാളെ സ്വർഗമുള്ളത്. ജന്നാത്ത് തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ. നിങ്ങൾക്ക് മുമ്പും ഇവിടെ പലരും ഉണ്ടായിരുന്നല്ലോ. ഗാനമേളയ്ക്ക് ഞങ്ങളൊന്ന് തുള്ളിയാൽ എന്താ പ്രശ്നം? ഞങ്ങളൊരു പാട്ടു കേൾക്കാൻ പോയാൽ എന്താ പ്രശ്നം? ആണും പെണ്ണും ഇടകലർന്ന് ജീവിച്ചാൽ എന്താ പ്രശ്നം? പറയുന്ന ഉസ്താദുമാർക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങളൊന്ന് മുറുകെ പിടിക്കുമോ? അറിയുമോ, നിങ്ങൾക്ക് മുമ്പും ഇവിടെ പലരും കഴിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ ആദ്യത്തെ ആളുകളൊന്നുമല്ല. ഇവിടെ പലരും അശ്ലീലങ്ങളിലേക്ക് പോയവരുണ്ട്, മോശത്തരങ്ങളിലേക്ക് പോയവരുണ്ട്, ഹറാമുകളിലേക്ക് പോയവരുണ്ട്, മതത്തിന്റെ എല്ലാ വേലിക്കെട്ടുകളെയും തകർത്തെറിഞ്ഞു പോയവരുണ്ട്. ആലോചിക്കാനാണ്. അവരാരും ഇവിടെ കാലാകാലം ജീവിച്ചിരുന്നിട്ടില്ല. കാലാകാലം ഒരു ജീവിതം ഇവിടെ കിട്ടാനുമില്ല. ഏതൊക്കെയോ നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശുദ്ധമായ മതത്തിന്റെ മൂല്യങ്ങളും സ്വർഗത്തിന്റെ സന്തോഷങ്ങളും വലിച്ചെറിയല്ല കൂട്ടുകാരാ. ലോകം വിറപ്പിച്ചവരിവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് മോശത്തരങ്ങൾക്ക് നേതൃത്വം നൽകിയവർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെല്ലാം ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ ഇവിടെ നിന്ന് കടന്നു പോയിട്ടില്ലയോ? അവരുടെയൊക്കെ ജീവിതം മാറടി മണ്ണിന്റെ താഴത്തെത്തിയില്ലയോ? ആരെങ്കിലും ഇവിടെ ബാക്കിയുണ്ടോ? അതുപോലൊരു കാലം കഴിയുമ്പോഴേ നമ്മളും പോകേണ്ടവരല്ലയോ? 2002 SIR പട്ടികയൊന്ന് മറിച്ചു നോക്കൂ. ആ പട്ടിക എടുത്തിട്ട് അതിൽ എന്റെ ഉപ്പയുടെ പേരുണ്ടോ എന്ന് അന്വേഷിച്ചവരല്ലേ നമ്മള്? ഉമ്മയുടെ പേര് തെരഞ്ഞവരല്ലേ നമ്മള്? കുടുംബങ്ങളുടെ പേര് തെരഞ്ഞവരല്ലേ നമ്മള്? പക്ഷേ നമ്മളാ SIR പട്ടികയിൽ കാണാതെ പോയൊരു കാഴ്ചയില്ലേ? ആ പട്ടികയിൽ പേരുള്ള പലരും ഇന്നെവിടെയാണ്? വാപ്പമാരെവിടെയാണ്? ഉമ്മമാരെവിടെയാണ്? അതിൽ പേരുള്ള അയൽക്കാരെവിടെയാണ്? എളാമമാരെവിടെയാണ്?
കൊച്ചാപ്പമാരെവിടെയാണ്? വല്യുപ്പമാരെവിടെയാണ്? എൻ്റെ വീടിൻ്റെ അയലത്ത് താമസിച്ചവരെവിടെയാണ്? ചിലരുടെ വിലാസങ്ങൾ തന്നെ ഇന്ന് കാണാനില്ലല്ലോ. ചിലരെവിടെ പോയെന്നറിയുന്നില്ലല്ലോ. ചില ആളുകൾ അതേ നമ്മുടെ ബാല്യങ്ങളിൽ കൗമാരങ്ങളിൽ നമ്മുടെ കൂടെ നിന്നവർ, നമ്മുടെ ചെറുപ്പത്തിൽ കണ്ടു വളർന്നവർ, നമ്മളെ എടുത്തുകൊണ്ട് നടന്നവർ, നമ്മളെ പരിലാളിച്ചവർ, അവരുടെ പലരുടെയും പേരതിലുണ്ട്. പക്ഷേ അവര് പലരും ഇവിടെ ഇല്ലല്ലോ. അവര് പലരും ഇവിടെ ബാക്കിയില്ലല്ലോ. പുതിയ ലിസ്റ്റ് വന്നപ്പോ വെട്ടിക്കളഞ്ഞില്ലയോ? കാരണം അവരിവിടെ ബാക്കിയില്ലാത്തത് കൊണ്ടല്ലേ. അവരുടെ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കൂ. ആ ലിസ്റ്റ് കാണുമ്പോ ആലോചിക്കൂ, ഇതെന്റെ ഉപ്പയുടെ അനുജന്റെ പേരാണ്. അവരെവിടെയാണ്? ഉപ്പ എവിടെയാണ്? വല്യുപ്പ എവിടെയാണ്? മൂത്താപ്പ എവിടെയാണ്? അയലത്തുകാരെവിടെയാണ്? പലരും 6 അടി മണ്ണിന്റെ കീഴിലല്ലയോ? അവര് താമസിച്ചിരുന്ന ഇടങ്ങളും മാറിയില്ലയോ? ആലോചിക്കാനാണ്, മനസ്സിലാക്കാനാണ്. ഒരു 25 കൊല്ലം കൂടി കഴിയുമ്പോ പുതിയ ലിസ്റ്റ് വരുമ്പോ അതിൽ പലരുടെയും സ്ഥാനത്ത് നമ്മളായിരിക്കില്ലേ? നമ്മളുടെ പേരുകളായിരിക്കില്ലേ? നമ്മളുടെ പേര് വായിച്ചിട്ട് അയലത്തുകാരന്റെ പേരാണിതെന്ന് തിരിച്ചറിയാത്തൊരു തലമുറയുണ്ടാവുകയില്ലേ? അതുപോലെ അപ്പയുടെ വല്യുപ്പയുടെ പേരിന്റെ സ്ഥാനത്ത് നമ്മളായിരിക്കില്ലേ? അതാണ് പറഞ്ഞു വന്നത്. ധിക്കാരം കാണിച്ചോ? പക്ഷേ പിടിച്ചു നിർത്തപ്പെടുന്നൊരു ദിവസം വരാനുണ്ട്. വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. എല്ലാ സൗകര്യങ്ങളും റബ്ബ് തുറന്നിട്ടു തന്നത് നമുക്ക് ഗാനമേള ആസ്വദിക്കാനല്ല, ഹറാമുകൾക്ക് കൂത്തരങ്ങ് ഒരുക്കാനല്ല. അല്ലാഹു നമുക്ക് നിഅമത്ത് ചെയ്തു തന്നത് അത് നമ്മുടെ ദുആയുടെ ഫലമായിട്ടൊന്നുമല്ല. നമ്മുടെ മുൻഗാമികൾ ഇവിടെ ദീനനുസരിച്ചു ജീവിച്ചവരുണ്ട്. അവര് കൈനീട്ടിയത് കൊണ്ടാണ്. അവര് പടുത്തുയർത്തിയ പള്ളികളുണ്ട്, അവര് പടുത്തുയർത്തിയ മജ്ലിസുകളുണ്ട്, അവര് പടുത്തുയർത്തിയ ഉറൂസുകളുണ്ട്. അവരതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്റെ മുന്നിലുള്ള ചെറുപ്പക്കാര് മനസ്സിലാക്കാനാണ്. നമ്മൾ ഇന്ന് നല്ല നല്ല വീടുകളിൽ ജീവിക്കുന്നില്ലയോ? അത് നമ്മളാരും റബ്ബിനോട് കരഞ്ഞു ചോദിച്ചു വാങ്ങിയതൊന്നുമല്ല. നമ്മുടെ മുൻഗാമികൾ അവരിവിടെ ദീനനുസരിച്ച് ജീവിച്ചിട്ട് അല്ലാഹുവിന്റെ മുന്നില് അവരവരുടെ അടുത്ത മക്കൾക്ക് വേണ്ടി കൈനീട്ടിയത് കൊണ്ട് കിട്ടിയതാണ്. അല്ലാതെ നമ്മുടെ വലിപ്പമല്ല അറിയാനാണ്. ഇത് നമ്മുടെ മക്കൾക്ക് കിട്ടണമെന്ന ചിന്ത നമുക്കുണ്ടാകണം. നമ്മുടെ മക്കളും സന്തോഷത്തോടെ ജീവിക്കുന്നവരാകണം. അല്ലാഹുവിനെ മറന്നു പോകല്ല. സമ്പത്ത് കിട്ടുമ്പോ പടച്ചവനെ മറന്നു പോകല്ല. സമ്പത്ത് കിട്ടിയപ്പോ ഇനി ഞാൻ റബ്ബിലും മേലെയാണെന്ന് കരുതല്ല. സമ്പത്തിന്റെ മേലെ ഇരുന്ന് മക്കളുടെ കല്യാണം വരുന്ന നേരത്ത് എല്ലാ ആർഭാടങ്ങളും ആഡംബരങ്ങളും കൂത്തരങ്ങളും ഒപ്പിച്ചു വെക്കുന്ന മനുഷ്യരെ, ഇന്ന ഇലാ റബ്ബിക റുജ്ആ, അല്ലാഹുവിലേക്ക് മടങ്ങുന്നൊരു ദിവസം വരിക തന്നെ ചെയ്യും. നിന്റെ മഞ്ഞ കല്യാണവും നിന്റെ ഏതെല്ലാം തരത്തിലുള്ള കോപ്രായങ്ങളുണ്ടോ, നിന്റെ ഏതെല്ലാം തരത്തിലുള്ള സേവിത ഷൂട്ടുകളുണ്ടോ, നിന്റെ ഏതെല്ലാം തരത്തിലുള്ള ഹറാമിലേക്ക് തുറന്ന വാതിലുകളുണ്ടോ, നിന്റെ ഡാൻസുകളുണ്ടോ, പാട്ടുകളുണ്ടോ, കൂത്തുകളുണ്ടോ, അതെല്ലാം ഒരിക്കൽ പിടിച്ചു നിർത്തി വിചാരണ ചെയ്യുന്ന ദിവസം വരും. അല്ലാഹു കാണുന്നുണ്ടെന്ന ചിന്ത വേണമെന്ന് ഖുർആൻ. അല്ലാഹു കാണുന്നുണ്ടെന്ന ബോധം വേണമെന്ന് ഖുർആൻ. അലം യഅലം ബിഅന്നല്ലാഹ യറാ, ഖൽബിൽ കുറിച്ചിട്ടോ അല്ലാഹ് കാണുന്നുണ്ട്. ഈ തോന്നിവാസങ്ങളെല്ലാം ചോദ്യം ചെയ്യപ്പെടാതൊരു മുതലാളിയും പോവുകയില്ല. ഉത്തരം പറയാതൊരു പൊന്നുമോനും നിവർത്തിയില്ല. അങ്ങനൊരു ദിവസം വരാനുണ്ട്. ലക്ഷക്കണക്കിന് മനുഷ്യര് ഭക്ഷണം കിട്ടാതെ മരിച്ചു പോകുന്ന നേരത്തല്ലയോ നമ്മുടെ കല്യാണപ്പുരകളിൽ വിഭവ സമൃദ്ധമായ ഭക്ഷണം വലിച്ചെറിയപ്പെട്ടു പോയത്. ലക്ഷക്കണക്കിന് മനുഷ്യര് ഗസാമുനമ്പിൽ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളില് ഉള്ളി മുറിച്ച് ഉപ്പിൽ കൂട്ടിക്കഴിക്കുമ്പോ സമുദ്രത്തിൽ നിന്നെടുത്ത വെള്ളം അതിലെ ഉപ്പ് മാറാൻ വേണ്ടി പഞ്ചസാര കൂടി ചേർത്തിട്ട് അത് കുടിക്കാൻ യോഗ്യമാക്കി എടുക്കുന്ന നേരത്തല്ലയോ
നമ്മുടെ വീടുകളിൽ എത്രയോ ഭക്ഷണവും എത്രയോ വെള്ളവും വേസ്റ്റാക്കി കളഞ്ഞത്. ഞാനിത് ഗൗരവമായി പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയുമോ? എന്തെങ്കിലുമൊക്കെ നിഅമത്തുകൾ കിട്ടുമ്പോ, അള്ളാഹു അനുഗ്രഹങ്ങളുടെ വാതിൽ തുറക്കുമ്പോ, സമ്പത്ത് കയ്യിൽ വരുമ്പോ റബ്ബിനെ മറക്കുന്നവരില്ലയോ? അത് ചരിത്രത്തിന് പുതുമയല്ല. അവര് വിചാരിക്കുന്നത് ഞങ്ങൾ സ്വയം വലിയ പര്യാപ്തരാണ്, ഞങ്ങൾക്കിതെല്ലാം അങ്ങ് കിട്ടിയതാണ്, ഇതെല്ലാം ഞങ്ങളുടെ കൈപ്പിടിയിലാണ്, ഞങ്ങൾ പറയുന്നത് പോലെയാണ്. തെറ്റാണ്. ഖുർആൻ അടിവരയിട്ട് പറഞ്ഞു തരുകയാണ്, ഇതെല്ലാം എത്ര വലിയ രമ്യഹർമ്മങ്ങളുള്ള ആളാണെങ്കിലും അത് കളഞ്ഞു പോകുന്നൊരു ദിവസമുണ്ട്. ഇന്ന ഇലാ റബ്ബിക റുജ്ആ. എത്ര വസ്ത്രമുള്ളയാളാണെങ്കിലും 3 കണ്ടത്തിൽ ഒതുങ്ങുന്നൊരു ദിവസമുണ്ട്. ഇന്ന ഇലാ റബ്ബിക റുജ്ആ. എത്ര മനോഹരമായ മുറിയിലുറങ്ങിയതാണെങ്കിലും 6 അടി മണ്ണിലുറങ്ങുന്നൊരു ദിവസമുണ്ട്. ഇന്ന ഇലാ റബ്ബിക റുജ്ആ. നിന്റെ മൂക്കിലും വായയിലും തുറന്ന ദ്വാരങ്ങളിലും പഞ്ഞികൾ നിറച്ച് മൂടിപ്പതച്ച് നിന്നെ കൊണ്ടുപോകുന്നൊരു ദിവസമുണ്ട്. പിന്നെ എന്റേതില്ല, അനന്തരഗാമികളുടേതായി മാറി. ഓർത്തോ, ഇന്ന ഇലാ റബ്ബിക റുജ്ആ. ഉമ്മമാരെ, അനുഗ്രഹങ്ങൾ കിട്ടുമ്പോ റബ്ബിനെ മറന്നു പോകല്ല. അല്ല തന്ന സമ്പത്താണ്, അല്ല തന്ന മക്കളാണ്. അവരെ കല്യാണം നടക്കുന്ന നേരത്ത് ഹറാമ് കാണിച്ചു കൂട്ടല്ല, മോശത്തരങ്ങൾ കാണിച്ചു കൂട്ടല്ല. അന്യമതസ്ഥരുടെ ആചാരങ്ങൾ വരെ കാസർഗോഡ് മുസൽമാന്റെ കല്യാണ പന്തലിൽ വന്ന് കയറിയ കാലമല്ലയോ? മഞ്ഞക്കല്യാണം ആരുടെ ആചാരമാണ്? ഉത്തരേന്ത്യയിലേക്ക് ചെല്ലൂ, ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ ഇതരമത സുഹൃത്തുക്കളുടെ ആചാരമല്ലയോ? ആ ഹൈന്ദവ സഹോദരങ്ങളുടെ ആചാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന നിന്റെ വീട്ടിലെങ്ങനെ വന്നു മുസ്ലിമേ? നിന്റെ മകളുടെ കല്യാണത്തിനെങ്ങനെ വന്നു മുസ്ലിമേ? നിന്റെ വീട്ടിലെങ്ങനെ കയറി മുസ്ലിമേ? അല്ലാഹു മതിയായവനായിരുന്നു നീയെങ്കിൽ, റബ്ബിന്റെ ദീനിൽ ഒതുങ്ങാൻ നിനക്ക് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ, അല്ലാഹുവിന്റെ ദീന് നീ മുറുകെ പിടിച്ചെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ലല്ലോ. അപ്പൊ നീ ദീനിനെ തൃപ്തിപ്പെടുന്നില്ലെന്നല്ലേ പറഞ്ഞു വെച്ചത്? അല്ലാഹുവിന്റെ മതത്തിൽ തൃപ്തനല്ലെന്നല്ലേ നീ കാട്ടിക്കൂട്ടിയത്? എന്നാൽ ഇവിടുത്തെ ജീവിതം കഴിഞ്ഞു പോകാനുള്ളതല്ലേ? അടുത്തൊരു തലമുറയെ കുറിച്ച് ആലോചിക്കൂ. അവരിവിടെ ജീവിക്കണ്ടേ? അവർക്ക് സമാധാനം വേണ്ടേ? നമ്മുടെ മുൻഗാമികൾ ഇവിടെ ജീവിച്ചത് അല്ലാഹുവിനെ മുറുകെ പിടിച്ചല്ലയോ? അവരുടെ ജീവിതത്തിന്റെ ബാക്കിയല്ലയോ നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളെല്ലാം? ഏതെങ്കിലും പണക്കാരായ മക്കൾ കരുതുന്നുണ്ടോ ഇതെന്റെ കഴിവ് കൊണ്ട് കിട്ടിയതാണെന്ന്? പ്രവാസികൾ എന്റെ ശബ്ദം കേൾക്കുന്നില്ലയോ? നിങ്ങൾ ഇന്നുള്ള പൊസിഷൻ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ കഴിവൊന്നുമല്ല. പാതിരാവിൽ എഴുന്നേറ്റിരുന്ന് കരഞ്ഞ ഉമ്മമാരുടെ കണ്ണീരാണ്, ഉപ്പമാരുടെ കണ്ണീരാണ്, പട്ടിണി അറിഞ്ഞൊരു തലമുറയുടെ കണ്ണീരാണ്, പ്രയാസം അനുഭവിച്ചവരുടെ കണ്ണീരാണ്. അവരാത്മാർത്ഥമായി പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയതാണ്. റബ്ബിന്റെ മുമ്പിൽ അവര് കൈനീട്ടിയത് കൊണ്ട് കിട്ടിയതാണ്. ഇന്ന് വലിയ വീടുകളിൽ ഉറങ്ങുന്നവരെ, നിങ്ങളുടെ വാപ്പമാരുറങ്ങിയതെവിടെയാണ്? അവര് പക്ഷേ അല്ലാഹുവിനോട് പറഞ്ഞു ഞങ്ങളുടെ മക്കൾക്ക് വീട് വേണമെന്ന്, അവര് പറഞ്ഞു ഞങ്ങളുടെ മക്കൾക്ക് ഭക്ഷണം വേണമെന്ന്, അവർക്ക് നല്ല ഇസ്സത്തുണ്ടാകണമെന്ന്. നമ്മൾ ഇന്ന് ഇസ്സത്തിലാണ്, പക്ഷേ പറയുന്നില്ല. അടുത്തൊരു തലമുറയ്ക്ക് ഇസ്സത്തൊക്കെ നിലനിൽക്കണമെന്ന്, അവർ ഈ രാജ്യത്ത് നിലനിൽക്കണമെന്ന്, നമ്മുടെ എല്ലാവരുടെയും പൗരത്വത്തിന്റെ അടിവേര് വരെ ഇളക്കി ചോദ്യം ചെയ്യുന്ന കാലത്ത് ഓരോരുത്തരും ചിന്തിക്കാനാണ്. അടുത്തൊരു തലമുറയ്ക്ക് നമ്മളുടെ പ്രാർത്ഥന ലഭിക്കുന്നില്ല, അവർക്ക് വേണ്ടി ഒന്ന് കണ്ണീരൊഴുക്കുന്നില്ല. മുഅ്മിനേ,
അടിസ്ഥാന മൂല്യങ്ങൾ മറന്നു പോകല്ല, അടിസ്ഥാന മൂല്യങ്ങൾ മറന്നു പോകല്ല. അള്ളാഹു നമ്മുടെ എല്ലാ തലമുറകൾക്കും ഇസ്സത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കൾ പേരമക്കൾക്കൊക്കെ ഇവിടെ ഉറച്ചു നിന്ന് ജീവിക്കാൻ, ദീനനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ദീനും പള്ളിയും നിസ്കാരവും മൗലിദും ഹദ്ദാദും കുത്തുബിയത്തും ഒക്കെ ആയി ജീവിച്ചൊരു തലമുറയുടെ ബാക്കിയാണ് നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഇന്നത്തെ ഈ സുഖങ്ങളെല്ലാം, നമ്മൾ അനുഭവിക്കുന്ന ഈ ഉയർച്ചകളെല്ലാം. അതൊക്കെ കിട്ടിയപ്പോ ഇതൊന്നും വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നമ്മുടെയൊക്കെ വീടുകൾ, ഞാൻ അവിടെയാണ് പറഞ്ഞത്, വീടുകൾ ഹറാമിലേക്ക് മാറി. നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. കുടുംബജീവിതത്തെ കുറിച്ചൊക്കെ നേരത്തെ വന്ന ഉസ്താദുമാരൊക്കെ കാര്യമായി പറഞ്ഞിട്ടുണ്ടാകുമെന്നറിയുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കല്ല. അതുകൊണ്ട് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ നല്ല ദീനിയായ ചുറ്റുപാടിൽ, എത്ര ഐശ്വര്യമുണ്ടെങ്കിലും ഏറ്റവും വലിയ ഐശ്വര്യവാൻ അല്ലാഹുവാണ്, ആ റബ്ബിൽ മുൻനിർത്തിക്കൊണ്ട് ജീവിക്കുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സയ്യിദുന ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൂന്നാമത്തത് ഈമാനിന്റെ മധുരം ഒരാളുടെ ഹൃദയത്തിലുണ്ട് എന്നതിന്റെ അടയാളം അവന് ദിക്റ് ചൊല്ലാൻ വലിയ താല്പര്യം ഉണ്ടാവും. ദിക്റുകളോട്, അള്ളാഹുവിന്റെ ദിക്ർ, അവിടെ നിന്നാണല്ലോ നമ്മൾ തുടങ്ങിയത്, അവിടെ തന്നെ അവസാനിപ്പിക്കാം. ദിക്റുകളോട് വലിയ താല്പര്യം. ഹദ്ദാദ് റാത്തീബ് മുഴുവൻ ദിക്റാണല്ലോ. അലിഫ് ലാം മീം എന്ന് തുടങ്ങി പിന്നെ നമ്മൾ ഓതുന്നത് ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസിയുടെ ശ്രേഷ്ഠത എത്ര വലുതാണ്! ഒരു ദിവസം 5 നേരം പാരായണം ചെയ്തു. ബാങ്ക് കൊടുത്ത ഉടനെ, ബാങ്കിന്റെ ദുആ കഴിഞ്ഞ ഉടനെ ആയത്തുൽ കുർസി പാരായണം ചെയ്തയാൾ, അയാൾക്കും സ്വർഗത്തിനുമിടയിൽ മരണമല്ലാതെ തടസ്സമില്ലെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോൾ പാരായണം ചെയ്താൽ, ബാങ്ക് കൊടുത്ത് ബാങ്കിന്റെ ദുആ കഴിഞ്ഞിട്ട് ഒരു ആയത്തുൽ കുർസി പാരായണം ചെയ്തു. 5 നേരത്തെ ബാങ്ക് കഴിഞ്ഞു. ഒരു ദിവസം ഒരു 5 ആയത്തുൽ കുർസി പാരായണം ചെയ്ത ആളിന് അയാളുടെയും മരണത്തിന്റെയും അയാളുടെയും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമല്ലാതെ ഒരു തടസ്സമില്ല. അപ്പോ അത്ര വലിയ ശ്രേഷ്ഠതയുള്ള ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് ആയത്തുൽ കുർസി. എല്ലാ ദിവസവും നിങ്ങളുടെ സ്ത്രീകൾക്ക് ചൊല്ലാൻ പഠിപ്പിച്ചു കൊടുക്കൂ എന്ന് സ്വഹാബത്ത് അവരുടെ പിൻഗാമികൾക്ക് പറഞ്ഞു കൊടുത്ത ആയത്താണ് സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ. ആമന റസൂൽ, നമ്മൾ ആമന റസൂൽ എന്ന് പറയുന്ന ആയത്ത്, അതിനുശേഷമുള്ള ആയത്ത്, സൂറത്തുൽ ബഖറയുടെ അവസാനത്തിലെ 2 ആയത്ത് എല്ലാ ദിവസവും ഓതേണ്ട ആയത്താണ്. നിങ്ങളുടെ ഭാര്യമാർക്ക്, പെൺമക്കൾക്ക്, സ്ത്രീകൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കൂ എന്ന് സ്വഹാബത്ത് പറഞ്ഞു എന്നാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവിടുന്ന് തുടങ്ങിയാലുള്ള ദിക്റുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. ഞാൻ ഓരോന്നിന്റെയും ഫളായിൽ എടുത്തെടുത്ത് പറയല്ല, ഓരോ ദിക്റും എത്രയോ ശ്രേഷ്ഠമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒരു തവണ ചൊല്ലിയാൽ 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമുണ്ടെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ചൊല്ലിയ എന്തായാലും നമ്മൾ പറഞ്ഞില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് തുടങ്ങി. പിന്നെ ഇങ്ങോട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അതിനുശേഷം ഇങ്ങനെ വരുന്ന ഓരോ ദിക്റുകളും വലിയ ശ്രേഷ്ഠമായ യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. 7 തവണ നമ്മൾ ഹദ്ദാദിൽ ചെല്ലുന്ന ദിക്റാണ്. ഈമാൻ സലാമത്തായി മരിക്കാൻ അത് കാരണമാണ്. ഇങ്ങനെ ഓരോന്ന് എടുത്തു പറഞ്ഞാൽ എത്രയോ ശ്രേഷ്ഠമായ ദിക്റുകൾ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. സയ്യിദുനാ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവരെങ്ങോട്ടെങ്കിലും പുറപ്പെടുന്ന നേരത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ഓതി മന്ത്രിച്ച ദിക്റാണ്. അപ്പൊ ഹദ്ദാദ് റാത്തീബിലെ ദിക്ർ എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല, അത് ഓരോന്നിനും വലിയ വലിയ പ്രതിഫലം ഹബീബായ നബി തങ്ങളെ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരുമിച്ച് കൂടി ഹദ്ദാദ് റാത്തീബ് നമ്മുടെയൊക്കെ വീടുകളിൽ ചെല്ലണം. ഹദ്ദാദിന്റെ വാർഷിക ആഘോഷിക്കുമ്പോൾ പറയാനുള്ളത്, എല്ലാ ദിവസവും ഉണ്ടോ ഹദ്ദാദ് ഇവിടെ പള്ളിയിൽ? എല്ലാ ദിവസവും അല്ലേ? ഇശാന് ശേഷം മുന്നെയോ?
അതിന് ആളുണ്ടാവലുണ്ടോ? കുറവാണ്. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ചെല്ലണം. ഹദ്ദാദിന്റെ സദസ്സ് ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദിനും മറ്റേ കൂടെയുള്ള നായിബ്, അതുപോലെ പള്ളിയുടെ പരിപാലന സമിതി അംഗങ്ങൾക്കും മുത്താലിമീങ്ങൾക്കും മാത്രം ചെല്ലാനുള്ളതല്ല, നമുക്കൊക്കെ ചെല്ലാനുള്ളതാണ്. നമ്മളൊക്കെ ചെല്ലാൻ സൗകര്യത്തിന് വേണ്ടിയാണ് അവരിരുന്ന് ചൊല്ലിത്തരുന്നത്. നമുക്ക് അവരുടെ കൂടെ സൗകര്യപ്രദമായി ചെല്ലാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മുൻഗാമികളൊക്കെ ഇത് ചൊല്ലിയ ആളുകളാണ്. അതിലൂടെ കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം ഈമാൻ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. ഞാൻ അവിടെ നിന്നാണല്ലോ പറഞ്ഞു തുടങ്ങിയത്. ബഹുമാനപ്പെട്ട ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഈമാൻ തെറ്റിപ്പോകാതിരിക്കാൻ ഒരു സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അവിടുന്ന് ലോകം മുഴുവനുമുള്ള മനുഷ്യർ, മക്കയിലും മദീനയിലും ലോകത്തെ വിവിധങ്ങളായ ഇടങ്ങളിൽ താമസിക്കുന്ന മുഅ്മിനീങ്ങളായ മനുഷ്യർ ചൊല്ലി വരുന്നതാണ് ഇതെല്ലാം. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താനും ചൊല്ലാനും അല്ലാഹു ഇതൊരു പ്രചോദനമാക്കി നൽകുമാറാകട്ടെ. അതുപോലെ ഹദ്ദാദിന്റെ വാർഷിക സദസ്സിൽ എന്നെ കേൾക്കുന്ന ഉമ്മമാരെ, എല്ലാ ദിവസവും ഹദ്ദാദ് ചൊല്ലണം. നമ്മുടെ വീടുകളിൽ ഹദ്ദാദ് നിർവഹിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാന്മാരായ മുൻഗാമികൾ ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം തങ്ങളെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്നത് 54 കൊല്ലം മാത്രമാണ്. പരിശുദ്ധമായ റജബിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലാണ് അവിടുന്ന് വഫാത്താകുന്നത്. ആ ജീവിതത്തിന്റെ ഇടയിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അവിടുത്തേക്ക് നൽകിയ തൗഫീഖുകൾ എത്ര വലുതാണ്. ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ. ഖുറൈശിയായ ആലിം ഈ ഭൂമുഖത്ത് വിജ്ഞാനം നിറയ്ക്കുമെന്ന് പറഞ്ഞ ഹദീസുകൾ മഹാനായ ശാഫിഈ ഇമാം തങ്ങളിലേക്കാണ് സൂചിപ്പിക്കുന്നതെന്ന് അവിടുത്തെ ശിഷ്യന്മാരായ ആളുകൾ, മഹാന്മാരായ മുൻഗാമികളൊക്കെയും രേഖപ്പെടുത്തുകയാണ്. ശാഫിഈ ഇമാം തങ്ങളോ, അവിടുത്തെ ഉമ്മയുണ്ടല്ലോ, അതാ ബഹുമാനപ്പെട്ടവരുടെ 2ാമത്തെ വയസ്സില് വാപ്പ മരണപ്പെട്ട നേരത്ത് ഗസയിൽ നിന്ന് മക്കയിലേക്ക് കൊണ്ടുവന്നതാണ്. അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മ ആ മകന്റെ ബുദ്ധി അല്ലാഹുവിന്റെ ദീനിലേക്ക് തിരിച്ചുവിട്ടതാണ്. ഗസയിൽ ജനിച്ചെങ്കിലും മക്കക്കാരനായ ഖുറൈശിയായ ഉപ്പയുടെ കുടുംബവും ആലിമീങ്ങളും നിറഞ്ഞു നിന്ന മക്കയിലേക്ക് അവർ വന്നു. അവിടെ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്തു. അവിടെ നിന്ന് ഇറാഖിലേക്ക് യാത്ര ചെയ്തു. ആ യാത്രകളൊക്കെ എത്ര സംഭവ ബഹുലമാണ്. ഇറാഖിലെ വലിയ പണ്ഡിതനായിരുന്ന അബുൽ ഹസൻ ബഹുമാനപ്പെട്ടവരുടെ ചാരത്തേക്ക് ശാഫിഈ ഇമാം തങ്ങൾ ചൊല്ലുകയാണ്. അതാ ഒരു രാത്രി കൊണ്ട് ഹനഫി ഇമാം തങ്ങളുടെ കിതാബുകൾ മനഃപ്പാഠമാക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ വിളിച്ച നേരത്ത് ചോദിക്കുകയാണ്, ഇത് ഹലാലാണോ? ശാഫിഈ ഇമാം തങ്ങൾ എന്ന മഹാനുഭാവരുടെ ബുദ്ധി അറിഞ്ഞവർ അതാ കയ്യിലുള്ളതെല്ലാം നൽകുകയാണ്. ശാഫിഈ ഇമാം തങ്ങളെ അറിയാത്തവരുണ്ടായിരുന്നില്ല. ഒരിക്കൽ 30,000 ദിർഹമുമായി വീട്ടിലേക്ക് വരുന്നു. വാതിലിൽ നിൽക്കുന്ന ഉമ്മയോട് സലാം പറയുമ്പോ ഉമ്മയുടെ ചോദ്യമാണ്, മുഹമ്മദ് ഇബ്നു ഇദ്രീസ്, നിങ്ങളുടെ കീശയിൽ എത്ര പൈസയുണ്ട് മോനെ? നിങ്ങളുടെ ഭാണ്ഡത്തിൽ എത്ര പൈസയുണ്ട് മോനെ? ഉടനെ പറഞ്ഞു, ഉമ്മ 30,000 സ്വർണ്ണ നാണയം ജനങ്ങൾ എനിക്ക് സമ്മാനം തന്നു ഉമ്മ. മുഹമ്മദ് ഇബ്നു ഇദ്രീസ് 30,000 സ്വർണ്ണ നാണയമാണോ കയ്യിലുള്ളത്? എന്നാൽ എൻ്റെ വീട്ടിൽ കയറണ്ട, ഇറങ്ങിക്കോ, കഅബാലയത്തിന്റെ ചാരത്തു ചെല്ലണം. അവിടെ സാധുക്കളായ മനുഷ്യരെ കാണാം. ഒരു ചില്ലി കാശ് പോലും കയ്യിൽ വെക്കാതെ സദഖ ചെയ്തോ.
അവർക്ക് നൽകിക്കോ. മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ ഇമാം തങ്ങളുടെ പേരെങ്ങനെയായിരുന്നല്ലോ. അതാ അവിടുത്തെ ഉമ്മ പറഞ്ഞതുപോലെ കയ്യിൽ കിട്ടിയതെല്ലാം സദഖ ചെയ്തു പോയി. ഹാറൂൺ റഷീദ് കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരൂ, എന്റെ മന്ത്രിയാകാം, വസീറാകാം, മുഫ്തിയാകാം. മറുപടി പറഞ്ഞു, വേണ്ട വേണ്ട, നിങ്ങളുടെ കൊട്ടാരത്തിന്റെ പാറാവുകാരനാകാൻ പോലും എനിക്ക് താല്പര്യമില്ല, എന്നെ വിട്ടേക്കുമോ ഹാറൂൺ റഷീദ്. ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം തങ്ങളുടെ ചരിത്രം ഇങ്ങനെ പരന്നു കിടക്കുന്ന ചരിത്രമാണ്. അവിടുത്തെ മദ്ഹ് പറഞ്ഞാലോ മഹാന്മാരായ മുൻഗാമികൾ രേഖപ്പെടുത്തുകയാണ്. ശാഫിഈ ഇമാം തങ്ങൾക്ക് വേണ്ടി 40 കൊല്ലം നിസ്കാരത്തിൽ വരെ ദുആ ചെയ്തിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ശാഫിഈ ഇമാം തങ്ങളെ കൊണ്ട് തവസ്സുലാക്കിയ മഹാന്മാരുണ്ട്. അവിടുത്തെ പേരും അല്ലാഹുവിന്റെ ദീനിന് ചെയ്ത സമർപ്പണങ്ങളും പറഞ്ഞ് റബ്ബിലേക്ക് കൈനീട്ടിയ ആലിമീങ്ങളുണ്ട്. മുഅ്മിനീങ്ങളെ, നമ്മുടെയും ലക്ഷ്യമതാണ്. ഹദ്ദാദ് തങ്ങളെ പറഞ്ഞ്, ശാഫിഈ ഇമാം തങ്ങളെ പറഞ്ഞ് അല്ലാഹുവിലേക്ക് കൈ നീട്ടണം. അങ്ങനെ നീട്ടുമ്പോ അല്ലാഹു നമ്മെ കൈവിടില്ലെന്ന ചിന്തയാണ്. അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മൾ ഏറ്റെടുക്കപ്പെടുമെന്ന വിചാരമാണ്. ഒന്നെഴുന്നേറ്റു നിൽക്കുമോ? ഇത് റജബ് മാസത്തിന്റെ രാത്രിയാണല്ലോ. റമളാനിലേക്ക് തുറക്കുന്ന കവാടം, അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന മാസം. ചെറുപ്പക്കാരെ, ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, തെറ്റു ചെയ്യല്ല. ഇത് ശ്രേഷ്ഠമായ മാസമാണ്. റമളാനിലേക്ക് ഒരുങ്ങാനുള്ള മാസമാണ്. ധാരാളം മഹത്തുക്കളെ പറഞ്ഞ വേദിയാണ്. ഒരുപാട് മഹത്തുക്കൾ മൺമറഞ്ഞ മാസമാണ്. ഈ മാസത്തിലൊന്ന് മരിച്ചു കിട്ടണേന്ന് ദ്വാരുന്നവരുണ്ട്. അല്ലാഹുവേ, റജബ് മാസത്തിൽ മരിപ്പിക്കണേന്ന് ദ്വാരുന്ന മഹാന്മാരുണ്ട്. ശാഫിഈ ഇമാം തങ്ങൾ വഫാത്തായ മാസം ഇന്നലെ എന്റെ നാട്ടിൽ വിട പറഞ്ഞ മഹാപണ്ഡിതർ ബഹുമാനപ്പെട്ട KP അബൂബക്കർ ഹസ്രത്ത് ഉസ്താദ് അവറുകൾ, അല്ലാഹ് സ്വർഗീയ പദവികൾ ഉയർത്തി നൽകണേ അല്ലാഹ്. ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ബഹുമാനപ്പെട്ടവരുടെ വീടിന്റെ ചാരത്ത് റമളാനിന് ഇമാമത്തുള്ള സമയമുണ്ടായിരുന്നു. അതുപോലെ ജുമുഅ നിസ്കരിച്ച് തിരിച്ചു പോകുമ്പോ വലിയ ആലിമാണ്, അവരുടെ ദേശം വിട്ട് ഞങ്ങളുടെ തെക്കൻ കേരളത്തിലേക്ക് വന്ന് ഇൽമിന്റെ പ്രചരണത്തിലും പ്രസരണത്തിലും ഏർപ്പെട്ടവരാണ്. വലിയ വറഉള്ള ആലിമാണ്. പലപ്പോഴും ജുമുഅ കഴിഞ്ഞ് മുട്ടക്കാവ് പള്ളിയിൽ നിന്നവരിറങ്ങി നടന്നു പോകുമ്പോ അവരുടെ കൂടെ നടന്നിട്ടുണ്ട്. അതാ എത്ര ഭവ്യതയുള്ള വർത്തമാനം, എത്ര സന്തോഷമുള്ള ഇടപെടൽ. ബഹുമാനപ്പെട്ടവർ ഇന്നലെ വഫാത്തായി. ഏത് ചെറിയ കുട്ടിയോടും ഏത് മുത്തഅല്ലിമിനോടും വലിയ സ്നേഹം വെച്ച് പുലർത്തുന്നവർ, അല്ലാഹുവിന്റെ ദീനിന് 60 കൊല്ലം ഖിദ്മ ചെയ്തവർ, ഒരാളെയും വേദനിപ്പിക്കാതെ, ഒരു മനുഷ്യനെയും പുഷിപ്പിക്കാതെ, ഒരു മോശം വാക്കും പറയാതെ, പാണ്ഡിത്യത്തിന്റെ വലിയ ഗരിമയിലും അങ്ങാടിയിലൂടെ നടന്ന് ബസ് കയറി അവര് സേവനം ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയവർ, അങ്ങനെ ഒരുപാട് ഓർമ്മകളുള്ളവർ. 60 കൊല്ലത്തെ ദർസ് കൊണ്ട് തന്നെ കേരളത്തിന് കിട്ടിയത് വലിയ ആലിമീങ്ങളെയാണ്. ദക്ഷിണ കേരളത്തിലെ ഉസ്താദുമാരുടെ ഉസ്താദായ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് അല്ലാഹു ഖബർ സ്വർഗമാക്കി നൽകുമാറാകട്ടെ. കൂട്ട
കൂട്ടത്തിൽ ഞങ്ങളുടെ ഉസ്താദ് സിറാജുൽ ഉലമ, അവരിരുവരും വലിയ ആത്മബന്ധമുള്ളവരാണ്, പരസ്പരം സ്നേഹമുള്ളവരാണ്. അല്ലാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സു നൽകട്ടെ. മുഅ്മിനീങ്ങളെ, അങ്ങനെ എത്രയോ മഹാന്മാർ, എത്രയോ മഹാന്മാർ, എത്രയോ മഹാന്മാർ വിട പറഞ്ഞ മാസം മഹാന്മാരായ മുൻഗാമികൾ രേഖപ്പെടുത്തുകയാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്തൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ വർത്തമാനം നിർത്തുകയാണ്. അവരുടെ പണി എന്താണ്? റജബ് മാസമായാൽ ആ സ്ത്രീയതാ അല്ലാഹുവിന് വലിയ ഇബാദത്ത് ചെയ്യുകയാണ്, സൂക്ഷ്മത പുലർത്തുകയാണ്. ആ സമയങ്ങളിൽ അവരുപയോഗിക്കുന്ന വസ്ത്രങ്ങളുണ്ട്. അവരും മരണപ്പെടാൻ സമയമായപ്പോ മകനെ വിളിച്ചു, മോനെ, ഉമ്മ വഫാത്തായാൽ ഉമ്മ ഈ ഇബാദത്തിന് ഉപയോഗിക്കുന്ന വസ്ത്രം കൊണ്ട് കഫൻ പൊതിയണം. ഉമ്മ ഉപയോഗിക്കുന്ന ഈ വസ്ത്രം കൊണ്ട് എന്നെ അല്ലാഹുവിലേക്ക് മടക്കണം. ഉമ്മ ഉപയോഗിക്കുന്ന ഈ വസ്ത്രം എനിക്ക് കഫൻ പുടവയായി നൽകണം. ആ മകനോ, ഉമ്മ മരണപ്പെട്ടപ്പോൾ ആ വസിയത്ത് മറന്നുപോയി. കടയിൽ നിന്ന് നല്ല മുന്തിയ ഒരു വസ്ത്രം വാങ്ങി, നല്ല തികഞ്ഞ ഒരു കഫൻ പുടവ വാങ്ങി ആ ഉമ്മയെ ഖബറടക്കി. ചരിത്രം പറയുകയാണ്, അതാ ഒരു പാതിരാവെടുക്കുമ്പോ വീട്ടിൽ ഉറങ്ങുന്ന മകന് ഉമ്മയെ അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. ഉമ്മ മകനോട് ചോദിക്കുന്നുണ്ട്, മോനെ, എൻ്റെ വസിയത്ത് നീ പൂർത്തിയാക്കിയില്ലല്ലോ, എൻ്റെ വസിയത്ത് പൂർത്തിയാക്കി തന്നില്ലല്ലോ മോനെ. ഞാൻ ഇബാദത്ത് ചെയ്ത വസ്ത്രത്തിൽ എന്നെ ഖബറടക്കിയില്ലല്ലോ മോനെ. ഉമ്മ സങ്കടം പറഞ്ഞപ്പോ ആ മകനതാ മനസ്സ് വേവലാതിപ്പെട്ടുപോയി. എൻ്റെ ഉമ്മ ഒരു കാര്യം പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ റബ്ബേ. ആ മകൻ ഖബർസ്ഥാനിലേക്കോടി. ഉമ്മാന്റെ ഖബറിന്റെ ചാരത്തേക്ക് ചെന്നു. ഉമ്മയുടെ ഖബറിന്റെ തലഭാഗത്തിരുന്നു. ഉമ്മാന്റെ ഖബർ അത് അടക്കിയിട്ട് വളരെ കുറച്ചേ ആയിട്ടുള്ളല്ലോ. അതാ ഉമ്മ ആഗ്രഹിച്ചതുപോലെ അവരുടെ വസ്ത്രത്തിൽ തന്നെ അവരെ വീണ്ടും ഒന്ന് കഫൻ പുടവ അണിയിച്ച് തിരിച്ചടക്കിയാലോ. ആ ഖബർസ്ഥാൻ തുറക്കാൻ തുടങ്ങി. ഉമ്മ എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തിയല്ലോ. ഉമ്മയ്ക്ക് ആ വസ്ത്രം തിരിച്ചു നൽകണമല്ലോ. ആ മോനങ്ങനെ ഖബർ തുറന്നു. പക്ഷേ ഉമ്മയുടെ ജനാസ ഖബറിലില്ല. ഉമ്മയുടെ ജനാസ ഖബറിലില്ലാതെയായപ്പോ ഖബറിന്റെ ചാരത്തു നിന്ന് നിലവിളിച്ചുപോയി. കുറെ മുമ്പടക്കിയ എൻ്റെ ഉമ്മയുടെ, ഒരല്പനേരം മുമ്പടക്കിയ എൻ്റെ ഉമ്മയുടെ ജനാസ എവിടെയാണ്? ആരെങ്കിലും മോഷ്ടിച്ചെടുത്തതാണോ? ആരെങ്കിലും കടത്തിയതാണോ? ഉമ്മാനെ ഖബറിൽ കാണുന്നില്ലല്ലോ. ആ മകന്റെ കരച്ചില് കേട്ട ആളുകൾ വരുമ്പോ ആ മകൻ അല്ലാഹു അറിയിച്ചു കൊടുക്കുകയാണ്, അശരീരി കേൾക്കുകയാണ്, മോനെ. ഉമ്മയെ അന്വേഷിച്ചു വന്ന മകന് അല്ലാഹു തആല കേൾപ്പിച്ചു കൊടുക്കുകയാണ്, മോനെ, നീ എന്തു കരുതി? റജബ് മാസത്തെ ആദരിച്ചു ബഹുമാനിച്ചു നോമ്പെടുത്ത് ഇബാദത്തു ചെയ്തവരെ ഖബറിൽ ഒറ്റയ്ക്ക് കടത്തുമെന്ന് കരുതിയോ? ആ വിചാരം തെറ്റിപ്പോയി. റജബ് മാസത്തെ ആദരിച്ച ആളുകളെ ഖബറിൽ ഒറ്റയ്ക്ക് കടത്തുമെന്ന് കരുതിയോ?
അത് തെറ്റിപ്പോയി. അതിനർത്ഥം അല്ലാഹു അവരെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർത്തുപോയി, പ്രത്യേക സ്ഥാനം നൽകിപ്പോയി. എന്നെ കേൾക്കുന്ന ഉപ്പമാരെ, ചെറുപ്പക്കാരെ, ഉമ്മമാരെ, ദുനിയാവിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങളാണിതുപോലെയുള്ള ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ, ആ മാസങ്ങളിൽ കാര്യമായ ഇബാദത്ത് ചെയ്യണം, കാര്യമായി റബ്ബിലേക്ക് അടുക്കണം. അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ഒരു ദിവസമുണ്ടെന്ന ചിന്ത വേണം. നല്ലതുപോലെ ഹൃദയം ശുദ്ധിയാക്കി റമളാനിലേക്ക് കടക്കാൻ ഒരുങ്ങണം. അല്ലാഹു ഈമാൻ നിലനിർത്തി തരാൻ ദ്വാരക്കണം, ഇഖ്ലാസ് ഉണ്ടാകാൻ ദ്വാരക്കണം, തഖ്വയിലാകാൻ ദ്വാരക്കണം. ചെയ്തുപോയ തെറ്റുകൾ എന്തുണ്ടെങ്കിലും കരഞ്ഞു പറഞ്ഞോ. റജബിന്റെ രാത്രിയാണല്ലോ.